الله وبركاته. الحمد لله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, എന്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറയുന്നത് ശരിക്കും കേൾക്കുന്നുണ്ടോ? അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സമയങ്ങളും ദീനിന്റെ മാർഗത്തിൽ ചെലവാക്കാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിന്ന് ജീവിക്കാനും തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാനും റബ്ബ് നമുക്കെല്ലാവർക്കും നമ്മുടെ അഹലുകാർക്കും നമ്മോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലിയിലും ഏർപ്പാടിലും കച്ചവടത്തിലും മറ്റെല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ടും ദാരിദ്ര്യം പോലുള്ള പ്രയാസങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു തആല നമ്മുടെയും നമ്മോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ സഹോദരന്മാരുടെയും സുഹൃത്തുക്കൾക്കൊക്കെ അല്ലാഹു തആല അതിൽ നിന്നൊക്കെ സലാമത്തും രക്ഷയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖളാ ചെയ്ത കണക്കാക്കി വെച്ച എല്ലാവിധ അദാബ് മുസീബത്തുകളെ തൊട്ടും അവൻ നമുക്ക് കാവൽ നൽകുകയും അതോടൊപ്പം തന്നെ അവന്റെ പരീക്ഷണങ്ങളിൽ പൂർണ്ണമായ ക്ഷമ പുലർത്താനുള്ള തൗഫീഖ് പടച്ചവൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തിലും ഐശ്വര്യത്തിലും പ്രതാപത്തിലുമായി അല്ലാഹു തആല അവരുടെയൊക്കെ മുസ്ലിമീങ്ങളെ ശക്തി, മുസ്ലിമീങ്ങളെ ഇസ്സത്ത് അല്ലാഹു തആല നിലനിർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, കഴിഞ്ഞ ബുധനാഴ്ച ഇൽമുൽ ഗൈബ് അഥവാ ഇന്ദ്രിയാതീത ജ്ഞാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അതിന്റെ നിർവചനവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഒക്കെയാണ് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. ഗൈബ് എന്ന് പറയുന്നതിന്റെ ഭാഷാപരമായ അർത്ഥം, അതിന്റെ ഇനങ്ങള്, അതിൽ നിന്ന് അല്ലാഹു അവന്റേതു മാത്രം എന്ന് പഠിപ്പിച്ചു വന്ന കാര്യങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, അവന്റെ ഇഷ്ടത്തിന് വിധേയരായ അവന്റെ ദൂതന്മാരായ പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരുടെ യഥാർത്ഥ സമ്പൂർണ്ണ അനുഗാമികളായ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഇബാദിനും അല്ലാഹു തആല നൽകും എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി. അതേ തുടർന്ന് ചില സുഹൃത്തുക്കൾ, വിമർശകരായ സുഹൃത്തുക്കൾ അഹ്ലുസുന്നയുടെ വിഷയമായിട്ടുള്ള വിശ്വാസത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ പുറത്തുകയും അത് മൂലം ഒട്ടനേകം ഇസ്ലാമിക സഹോദരന്മാരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സുഹൃത്തുക്കളുടെ പ്രതിനിധികൾ വന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ആ ചോദ്യങ്ങൾ പക്ഷേ വിഷയവുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കാത്തതാണെന്നും വിഷയത്തെക്കുറിച്ച് തെല്ലും അവർക്ക് വിവരമില്ലെന്നും നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് ചെറിയ രൂപത്തിൽ നടക്കുകയുണ്ടായി. അതിന്റെ ഒരു തുടർച്ച ഇൻഷാ അല്ലാഹ് ഒരു 1-2 ക്ലാസുകളെ കൊണ്ട് ഈ വിഷയം പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് സംബന്ധമായിട്ട് ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട്, അഥവാ ഗൈബ് അല്ലാഹുവിന്റെ ജ്ഞാനമാണ്, അത് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ നൽകും എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആയത്തുകൾ പറയുകയുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ അതിന്റെ ആവർത്തനം ഇനി നടത്തുന്നില്ല. ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചില ആളുകൾ അങ്ങനെ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഗൈബ് അഥവാ അദൃശ്യപരമായ അറിവ്, അതല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും പ്രാഥമിക ബുദ്ധിയിൽ നിന്നും ലഭ്യമല്ലാത്തതായ അറിവ്, അതാണല്ലോ അല്ലാഹുവിന്റെ മാത്രമായ ഗൈബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും പ്രാഥമിക ബുദ്ധി കൊണ്ടും ലഭ്യമല്ലാത്തതും
പ്രമാണങ്ങളിൽ വിശദീകരിക്കാത്തതുമായ ഗൈബുകൾ. അല്ലാഹുവിന്റെ മാത്രമായ ഗൈബ് എന്നതിന്റെ അതിന്റെ നിർവചനം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, അതിന്റെ സംഗ്രഹം എന്താണ്? അതിന്റെ സംഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും പ്രാഥമിക ബുദ്ധിയിൽ നിന്നും ലഭ്യമല്ലാത്തതും പ്രമാണങ്ങളിൽ പഠിപ്പിക്കാത്തതുമായ പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഹദീസ്, ഇജ്മാ പോലുള്ള പ്രമാണങ്ങൾ, അവയിൽ പഠിപ്പിക്കാത്തതുമായ ഗൈബുകൾ. ആ ഗൈബുകളെ സംബന്ധിച്ചാണ് മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുക. അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. ഒരാൾ എവിടെ വെച്ച് മരിക്കും എന്നുള്ള ഒരു വ്യക്തിയുടെ ഭാവി കാര്യങ്ങൾ, അന്തരീക്ഷത്തിൽ നിന്ന് മഴ എപ്പോൾ പെയ്യും എന്നുള്ള അന്തരീക്ഷപരമായ വിഷയങ്ങൾ, അതുപോലെ എവിടെ വെച്ച് മരിക്കും എന്നുള്ള ഭൂമി സംബന്ധമായ ഭാവി കാര്യങ്ങൾ, ഖിയാമത്ത് നാൾ എന്നുണ്ടാകും എന്നുള്ള പരലോക സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ മാതാ തക്സിബോ അതൻ, നാളെ എന്താണ് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആണ് മഫാത്തിഹുൽ ഗൈബ് എന്ന പേരിൽ സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയതാണ് മഫാത്തിഹുൽ ഗൈബ്. ഫഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. ആ മഫാത്തിഹുൽ ഗൈബ് ഭാവിയിലുണ്ടാകുന്ന വിഷയങ്ങളാണ്. അപ്പൊ വർത്തമാനകാലത്ത് ഉള്ള അജ്ഞാത വിഷയങ്ങൾ, ചരിത്രകാലത്തുള്ള അജ്ഞാത വിഷയങ്ങളൊക്കെ ഗവേഷണങ്ങളെ കൊണ്ടും പഠനങ്ങളെ കൊണ്ടും നിരീക്ഷണങ്ങളെ കൊണ്ടും നിഗമനങ്ങളെ കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. അതൊന്നും ഈ പറഞ്ഞ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗൈബിൽ ഉൾപ്പെടുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വിശദമല്ലെങ്കിലും എന്നാൽ കുറെയൊക്കെ പരത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ പറഞ്ഞു, സൂറത്തുൽ അൻആമിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വലാകിന്നല്ലാഹ യജ്തബീ മിർ റുസുലിഹി മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബ് ആർക്കും ഇത്ലാഅ് ചെയ്തു കൊടുക്കുകയില്ല. പക്ഷേ എങ്കിലും അല്ലാഹുവിന്റെ ദൂതന്മാരിൽപ്പെട്ട അവൻ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഗൈബിനെ വെളിപ്പെടുത്തി കൊടുക്കും. ആ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഗൈബ് എത്രയാണതിന്റെ അളവ്, അതൊരു കണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഒരാൾക്ക് നൽകുന്നതിനൊരു കണക്ക് നമുക്കൊരു പരിധി വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഭാവി കാര്യങ്ങൾ അറിയുക എന്നുള്ളത് നാളെയുടെ കാര്യം മാത്രമേ അറിയുള്ളൂ. മറ്റന്നാളത്തെ കാര്യം അത് അറിയൂല. അതല്ലെങ്കിൽ ഒരു മാസത്തിന്റെ അപ്പുറത്തുള്ള വിഷയങ്ങൾ അത് അല്ലാഹു അറിയിച്ചു കൊടുക്കൂല. അതല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അവ അല്ലാഹു അറിയിച്ചു കൊടുക്കില്ല എന്ന രൂപത്തിൽ അതിനൊരു പരിധി നിശ്ചയിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ്. അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അത് കേവലം ജൽപ്പനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹു തആല യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് യാതൊരു പരിധിയും ഇല്ലാതെ തന്നെ അല്ലാഹു തആല കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തു ശൂറ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ. അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി. അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരോട് വളരെ കനിവുള്ളവനാണ്. യർസുഖു മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് നൽകും. ഹുവൽ ഖവിയ്യുൽ അസീസ്. അവൻ നല്ല കഴിവുള്ളവനാണ്, അവൻ നല്ല ഇസ്സത്തുള്ളവനുമാണ്. സൂറത്ത് ആലി ഇമ്രാനിന്റെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞു, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ അല്ലാഹു തആല നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണക്ക് വെക്കുക, ഒരു കണക്ക് വെച്ചേ തീരൂ എന്ന് പിടിവാശി പുലർത്തുക എന്നുള്ളത് ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിട്ടുള്ളത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ചില സംശയങ്ങൾ, വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചില സംശയങ്ങൾ, അല്ലെങ്കിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന സംശയങ്ങൾ, അതല്ലെങ്കിൽ ചില സംശയാലുക്കൾ മുന്നോട്ട് വെക്കുന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടി മാത്രം ഇൻഷാ അല്ലാഹ്
ഈ സംസാരത്തിൽ പറഞ്ഞതിന് ശേഷം പിന്നീട് ഹദീസുകളിലൂടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ച മറ്റൊരു ബുധനാഴ്ചയിലേക്ക് നമുക്ക് നീട്ടിവെക്കാം. സൂറത്തുൽ അഅറാഫിന്റെ 187 ആയത്തിലും അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിന്റെ 50 ആയത്തിലും ഈ 2 ആയത്തിലും ഗൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും അറിയൂല, ഒരു നിലക്കും ഗൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയൂല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കണക്കില്ലാതെ ഗൈബ് കൊടുക്കാനിടയുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് പല ഗൈബുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ അനിഷേധ്യമായ പ്രമാണമാണ്, അല്ലെങ്കിൽ അനിഷേധ്യമായ ഒരു തത്വമാണ്. പിന്നെ അതിനപ്പുറം സർവവും നൽകിയിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിലാണ് പലപ്പോഴും വിശദമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് ഇതിനെ തുടർന്നുള്ള സംസാരത്തിൽ പറയാം. ഇന്ന് അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സൂറത്തുൽ അഅറാഫിന്റെ 187 ആയത്ത് വളരെ ശ്രദ്ധിക്കണം എന്റെ സുഹൃത്തുക്കൾ, വളരെ വളരെ ശ്രദ്ധിക്കണം. എല്ലാ ആളുകളും നന്നായി ശ്രദ്ധിക്കണം. എന്താണ് ആ ആയത്തിൽ പറയുന്നത്? ഖുൽ, പറയുക നബിയെ, ലാ അംലികു ലിനഫ്സി, ഞാൻ എന്റെ സ്വന്തത്തിന് വേണ്ടി അധീനപ്പെടുത്തുന്നില്ല, നഫ്അൻ, എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യല്ലേ, വലാ ദുർറൻ, വലാ ദർറൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം, ഒരു ഉപകാരം കൊണ്ടുവരാനോ ഒരു ഉപദ്രവം എന്നെ തൊട്ട് തടുക്കാനോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒഴികെ. ഈ പറഞ്ഞതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ വന്നത്? നബിക്ക് ദൃശ്യമെന്നോ അദൃശ്യമെന്നോ, ഭൗതികമെന്നോ അഭൗതികമെന്നോ, ഇന്ദ്രിയാതീതമെന്നോ ഇന്ദ്രിയാധീനമെന്നോ വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് ഒരു കൊതുക് എന്റെ ശരീരത്തിൽ കടിച്ചാൽ പോലും അതിനെ ഒന്ന് തടുക്കാനുള്ള കഴിവ് പോലും ഞാൻ ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ നൽകുന്നത്, എന്താണോ തരാൻ അവൻ ഉദ്ദേശിക്കുന്നത്, അതേ നബിക്കാവട്ടെ, സഹാബിമാർക്കാവട്ടെ, ഔലിയാക്കൾക്കാവട്ടെ, മലായികത്തിനാവട്ടെ, മനുഷ്യർക്കാവട്ടെ, ജീവികൾക്കാവട്ടെ, ജന്തുക്കൾക്കാവട്ടെ, പ്രാണികൾക്കാവട്ടെ, ഏതു അല്ലാഹുവിനെ സൃഷ്ടിക്കും അവൻ ഉദ്ദേശിച്ചതു മാത്രമേ ഉടമപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമല്ലേ? അത് ഒരു ചെറിയ ഇല അരക്കാൻ പോലും അപ്പോഴേ സാധിക്കുള്ളൂ, ഒരു വലിയ മല മറിക്കാനും അപ്പോഴേ സാധിക്കുള്ളൂ. അപ്പൊ വലിയ മല മറിക്കുന്ന കാര്യമാവട്ടെ, ചെറിയ ഇല അനക്കുന്ന കാര്യമാവട്ടെ, ദൃശ്യമായ ഒരു ഉപകാരത്തെ കൊണ്ടുവരുന്ന കാര്യമാവട്ടെ, ദൃശ്യമായ ഒരു ഉപദ്രവത്തെ പ്രതിരോധിക്കുന്ന കാര്യമാവട്ടെ, അദൃശ്യവും അഭൗതികവുമായ ഒരു ഉപകാരത്തെ കൊണ്ടുവരുന്ന കാര്യമാവട്ടെ, അത്തരത്തിലുള്ള ഒരു ഉപദ്രവത്തെ തടുക്കുന്ന കാര്യമാവട്ടെ, എല്ലാത്തിനെയും ആമായിട്ട് എല്ലാ കാര്യത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി, നബിയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം? ഇത് തന്നെയല്ലേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, സർവ്വ ഖുവ്വത്തും സർവ്വ കഴിവും അല്ലാഹുവിന്റേതാണ്. അവിടെ ദൃശ്യം അദൃശ്യം ഭൗതികം അഭൗതികം എന്നൊരു വ്യത്യാസപ്പെടുത്തുന്ന സമീപനം, അങ്ങനെ ഒരു സമീപനം നമുക്കില്ല എന്ന് പറഞ്ഞാൽ ഹക്കിന്റെ അഹ്ലുകാരായ ആളുകൾക്ക് ഒരിക്കലും തന്നെ ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ പലപ്പോഴും നബിക്ക് മറഞ്ഞതറിയൂല എന്നുള്ളതിന് തെളിവാക്കിയിട്ട്, അതല്ലെങ്കിൽ നബിക്ക് എന്തില്ല, ഒരു മുഅ്ജിസത്തിനുള്ള കഴിവില്ല എന്നുള്ളതിന് തെളിവാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ ഈ ആയത്ത് ഉദ്ധരിക്കുന്നത് തികച്ചും തെറ്റാണ്. അത് ഈ ആയത്തുമായി യാതൊരു ബന്ധപ്പെടുത്തുന്നതിന് ഒരു അർത്ഥവും ഇല്ല, പ്രസക്തിയും ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ അടുത്ത് അള്ളാഹു പറയുന്നത് എന്താണ്? വലൗ കുന്തു അഅലമുൽ ഗൈബ, വലൗ കുന്തു ഞാൻ ആയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അഅലമുൽ ഗൈബ ഗൈബ് അറിയുന്നവനായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈരി, ഞാൻ ഖൈറിനെ അധികരിപ്പിക്കുമായിരുന്നേനെ, എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയുമായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നേനെ.
മാത്രമല്ല ഉമാ മസ്സനിയ സൂഉ, ഭാവിയിലുണ്ടാകുന്ന വിപത്തുകൾ എന്നെ ഒരിക്കലും സ്പർശിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇൻ അന ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, ഞാൻ വിശ്വസിക്കുന്ന ജനതയോട് താക്കീത് നൽകുന്ന, മുന്നറിയിപ്പ് കൊടുക്കുന്നവനും അതുപോലെ സന്തോഷ അറിയിപ്പ് നൽകുന്നവനും മാത്രമാകുന്നു എന്നാണ് പറഞ്ഞത്. ഈ ആയത്ത് എന്തിനു വേണ്ടി ഇറക്കിയ ആയത്താണ്? ഒരായത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ആയത്തതിന്റെ സബബുൻ നുസൂൽ, അത് എന്താണ്, അത് അതിന്റെ അവതരണ കാരണം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ ആയത്ത് അല്ലാഹു തആല ഇറക്കുന്നത്? ഞാനിപ്പോ ഈ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥമാണ് വെച്ചത്. ഇത് എന്തിനു വേണ്ടി അല്ലാഹു തആല ഇറക്കി എന്നുള്ളതാണ്. ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. വകാനു യസ്അലൂന, ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാനായ ഇബ്നു കസീർ പറയുന്നു, വകാനു യസ്അലൂന അൻ വഖ്തി الساعة استبعادا لوقوعها وتكذيبا بوجودها كما قال تعالى ويقولون متى هذا الوعد إن كنتم صادقين. മുശ്രിക്കുകൾ, സത്യനിഷേധികൾ, ബഹുദൈവ വിശ്വാസികൾ, പരലോക നിഷേധികൾ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി അവരെന്ത് പറയാറുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി അവർ ചോദിക്കും, ഇത് വലിയ നബിയാണെങ്കിൽ, ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ വൈബും അറിയുക എന്നുള്ളത് ഒരു പ്രവാചകനാവാൻ അത് ആവശ്യമാണ് എന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ആ ഒരു വാദത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവർ ചോദിക്കും. എന്ത് ചോദിക്കും? ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക? ഈ ആയത്തിന് തൊട്ട് മുമ്പ് 187 ആയത്തിൽ ഖിയാമത്ത് നാളിനെ പറ്റി അവർ ചോദിക്കുമെന്ന് തന്നെയാണ് അല്ലാഹു പറയുന്നത്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നവർ അങ്ങയോട് ചോദിക്കും നബിയെ. ഈ ചോദിക്കുന്നത് അറിവ് നേടുക എന്നുള്ള ഉദ്ദേശത്തിൽ അല്ല, നബിയെ അനുസരിക്കുക എന്ന ലക്ഷ്യത്തിലും അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലുമല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണ് ആ ചോദ്യം അവർ ചോദിക്കുന്നത്? ഇബ്നു കസീർ പറയുന്നു, ഇസ്തിബ്ആദൻ ലിവഖൂഇഹാ, ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നുള്ളത് അത് വളരെ വിദൂരമായ ഒരു സംഗതിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, വതക്ദീബൻ ബിവുജൂദിഹാ, ഖിയാമത്ത് നാൾ പരലോകം എന്നുള്ളൊരു സംഗതിയെ കളവാക്കാൻ വേണ്ടി. കാരണം അവര് സൂറത്തുൽ അംബിയായിന്റെ 38 ആയത്തിലും സൂറത്ത് യാസീന്റെ 48 ആയത്തിലൊക്കെ മുശ്രിക്കുകൾ നബിയോട് ചോദിക്കുന്ന ചോദ്യം എടുത്തുദ്ധരിച്ചിട്ടുണ്ട് അല്ലാഹു. അതിൽ പറയുകയാണ്, വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ, അവർ ചോദിക്കും എപ്പോഴാണ് നീ പറയുന്ന ഈ മുന്നറിയിപ്പ്, ഖിയാമത്ത് നാൾ കടന്നു വരുമെന്നുള്ളതിന്റെ അറിയിപ്പ് എപ്പോഴാണ് സംഭവിക്കുക എന്നവർ ചോദിക്കും. അല്ലേ? യസ്തഅജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ വല്ലദീന ആമനൂ മുശ്ഫിഖൂന മിൻഹാ വയഅലമൂന അന്നഹൽ ഹഖ് അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി ലഫീ ളലാലിൻ ബഈദ്. യസ്തഅജിലു ബിഹാ, ഖിയാമത്ത് നാൾ, അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ നടക്കട്ടെ എന്ന് അവിശ്വാസികൾ ആവശ്യപ്പെടും. അതേസമയത്ത് മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല, ഖിയാമത്ത് നാൾ എപ്പോ വരികയാണെങ്കിലും അല്ലാഹു നിശ്ചയിച്ച സമയത്ത് അത് എപ്പോഴും സംഭവിക്കാം. അത് ഇപ്പൊ സംഭവിച്ചാലും അല്ല നാളെ സംഭവിച്ചാലും ഇനി 1000 കൊല്ലം കഴിഞ്ഞ് സംഭവിച്ചാലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട സമീപനം എന്താണ്, അത് എന്നാ നടക്കുക എന്നിങ്ങനെ ചോദിച്ചു നടക്കലല്ല, മറിച്ച് വല്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകൾ, മുശ്ഫിഖൂന മിൻഹാ, ഖിയാമത്ത് നാളിന്റെ കാര്യത്തിൽ അവർ ഭയപ്പെടുന്നവരാണ്, വയഅലമൂന അന്നഹൽ ഹഖ്, ഖിയാമത്ത് നാൾ ഹഖായ, അത് യഥാർത്ഥം ആണ് എന്നവർക്ക് ഉറപ്പുണ്ട്. അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി, ഖിയാമത്ത് നാളിൽ സംശയം പുലർത്തുന്ന ആളുകൾ, ലഫീ ളലാലിൻ ബഈദ്, വിദൂരമായ വഴികേടിൽ തന്നെയാകുന്നു എന്നുള്ള കാര്യം അറിയണേ എന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ശൂറ 18 ആയത്തിൽ പറയുന്നു. അപ്പോ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അതിന്റെ ഡേറ്റ്, ഏതു ഡേറ്റിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക, അതൊന്ന് പറഞ്ഞു കാട്ടിക്കാ മുഹമ്മദ്. ഇത് വലിയ പ്രവാചകനാണെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഒരു പ്രവാചകനാവുമ്പോ എന്ത് മറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചാലും അത് പറയാനുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട്.
അല്ലാത്തോനെ ഈ പണിക്ക് പറ്റൂലാന്ന്, അല്ലാത്തോനെ ഈ പണിക്ക് പറ്റൂല, നുബുവത്ത് റിസാലത്ത് എന്ന വാദത്തിന് അവൻ പര്യാപ്തനല്ല എന്ന കോലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ധിക്കാരപൂർവം പരിഹാസ്യപൂർവം നബിയെ പരിഹസിക്കാനും നബിയെ പരീക്ഷിക്കാനും വേണ്ടി ചോദ്യം ചെയ്തതായ ആളുകൾ, മുശ്രിക്കുകൾ, ജൂതന്മാർ, അവരെ ഖണ്ഡിക്കാൻ വേണ്ടിയാ പറഞ്ഞു. എന്താ പറയുന്നത്? അല്ലാതെ നബിക്ക് വൈബ് അറിയോ അറിയില്ല എന്നുള്ള ഒരു വിഷയത്തെ പഠിപ്പിക്കുക എന്നുള്ളത് ഈ ആയത്തിന്റെ ലക്ഷ്യമല്ല. ഈ ആയത്തിനത് മുറാദല്ല. മറിച്ച് ധിക്കാരികളുടെ ചോദ്യം, അല്ലെ, അങ്ങനെയുണ്ടല്ലോ, ധിക്കാരികളായ ആളുകൾ അവർ ചോദിച്ചാൽ ആ ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നബി തങ്ങൾക്ക് ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ മറുപടി കൊടുത്തിട്ട് കാര്യവും ഇല്ല. അവർ ചോദിച്ചതിനൊക്കെ മറുപടി കൊടുക്കുക എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് അല്ലാഹു തആല തന്നെ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ധിക്കാരികളുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ട്, ആകാശത്തിൽ നിന്ന് ഒരു ഗ്രന്ഥം നേർക്കൊണ്ട് ഇറങ്ങിക്കൂടെ, ആകാശത്തിലേക്ക് ഒരു കോടി വെച്ചുകൂടെ, ഭൂമിയിലൂടെ ഒരു വലിയ പുഴ ഒഴുക്കി തന്നുകൂടെ എന്നിങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ നബിയോട് ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിൽ ഒക്കെ മറുപടി കൊടുക്കുക. അവരിങ്ങനെ അമാനുഷികതകൾ ചോദിക്കുക, അവരിങ്ങനെ അദൃശ്യങ്ങൾ ചോദിക്കുക, അതിനൊക്കെ മറുപടി കൊടുക്കുക. അങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രബോധന പ്രക്രിയയിൽ കവിഞ്ഞ് മറ്റു സംസ്കരണത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ആത്മീയതയുടെയും ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ആയ ലക്ഷക്കണക്കായ മറ്റു കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പൊ അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട്, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പഹയന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ള ആ ഒരു പണിക്കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ എന്തിനാ നബി തങ്ങൾ വന്നിട്ടുള്ളത്? അത് ഈ ആയത്തിന്റെ, ഏതായത്തിന്റെ, സൂറത്തുൽ അഅറാഫിന്റെ 187 ആയത്തിന്റെ ഒടുവിൽ അല്ലാഹു തആല തന്നെ നബിയോട് പറയാൻ വേണ്ടി പറയാണ്, ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമിൻ യുഅ്മിനൂൻ. വിശ്വസിക്കുന്നതായ ജനതയ്ക്കു മുന്നറിയിപ്പ് കൊടുക്കുന്നവനും സന്തോഷവാർത്ത അറിയിക്കുന്നവനും അല്ലാതെയല്ല ഞാൻ. അപ്പൊ എന്റെ ഉത്തരവാദിത്വം നിറഞ്ഞ നദാറത്തും അതുപോലെ തന്നെ ബിശാറത്തുമാണ്. സന്തോഷവാർത്ത അറിയിക്കുക, ധിക്കാരികളായ ആളുകൾക്ക് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള അറിയിപ്പുകളും നൽകുക. ഇതാണ് അടിസ്ഥാനപരമായിട്ട് റസൂലിന്റെ ഉത്തരവാദിത്വം. അല്ലാതെ വൈബ് ചോദിക്കുമ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കുക, ഭാവിയിൽ എന്തൊക്കെ നടക്കും എന്നുള്ളതിനൊക്കെ മറുപടി കൊടുക്കുക എന്നുള്ളത് നബിയോട് ചോദിച്ചുകൊണ്ട് നബി പറയും. നബി പലപ്പോഴും പല മഖാമുകളിലും പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, സലൂനി, നിങ്ങൾ എന്തും എന്നോട് ചോദിച്ചോളൂ, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ഈ മഖാമിൽ ആയിക്കൊണ്ടിരിക്കെ നിങ്ങൾ എന്തു തന്നെ എന്നോട് ചോദിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ ഇപ്പൊ ഈ നിൽപ്പിൽ ആയിക്കൊണ്ടിരിക്കെ നിങ്ങൾ എന്ത് തന്നെ എന്നോട് ചോദിച്ചാലും ആ ചോദ്യത്തിനെല്ലാം തന്നെ ഞാൻ മറുപടി പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പല സ്ഥലത്തും കാണാം. അത് ഞാൻ ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഒരിക്കൽ അത് മറ്റൊരു ക്ലാസ്സിൽ അത് വിശദമായിട്ട് ആ ഭാഗങ്ങൾ സംസാരിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ധിക്കാരികളായ ആളുകളുടെ മുമ്പിൽ നബി തങ്ങൾ പുലർത്തുന്ന സ്വഭാവം. രണ്ട്, വിശ്വാസികളായ സഹാബത്തിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു പുലർത്തുന്ന സ്വഭാവം. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ലാ തസ്അലൂനി അൻ ഷൈഇൻ, നിങ്ങൾ എന്നോട് എന്ത് തന്നെ ചോദിച്ചാലും ഇല്ലാ അഖ്ബർതുകും ബിഹി, ഞാൻ അത് നിങ്ങൾക്ക് അറിയിച്ചു തരിക തന്നെ ചെയ്യും എന്ന് ആണയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ അത് കാണാം, മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും അത് കാണാം. അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട്. അതിലേക്കും അത് അപ്പൊ രണ്ട് രൂപത്തിലുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, രണ്ട് രൂപത്തിലുള്ള സമീപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോ അതിൽ മുഅ്മിനീകളായ ആളുകളോട് അവരുടെ മുമ്പിൽ സ്വീകരിച്ച ഒരു രൂപം നബി തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി ലാ തസ്അലൂനി അൻ ഷൈഇൻ,
ഇല്ലാ അഖ്ബർതുകും ബിഹി മാ കുൻതും ഫീ മഖാമി ഹാദാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഞാൻ ഈ മഖാമിൽ നിലകൊള്ളുമ്പോൾ നിങ്ങൾ എന്നോട് എന്തു തന്നെ ചോദിച്ചാലും ആ ചോദ്യത്തിനെല്ലാം മറുപടി, അത് പൂർവകാല സംഭവമാവട്ടെ, സമീപകാല സംഭവമാവട്ടെ, ഭാവികാല സംഭവമാവട്ടെ, അതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തും പറയാൻ വേണ്ടി പറഞ്ഞു അല്ലേ? ഇങ്ങനെ ഈ അവിശ്വാസികളായ ആളുകളുടെ ധിക്കാരപൂർവമായ പെരുമാറ്റത്തിന് ഈ കോലത്തിന് മറുപടി. അപ്പൊ ഇതിന്റെ സബബുൻ നുസൂൽ എന്ന് പറയുന്നത് അവിശ്വാസികളോടുള്ള ഒരു സംവാദമാണ്. ആ സംവാദത്തിൽ പറഞ്ഞ ആയത്തിനെ നബിക്ക് ഒരു വൈബും അറിയുകയില്ല എന്നുള്ളതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് മഹാമണ്ഡത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാമണ്ഡത്തരമാണ്. കാരണം എന്തുകൊണ്ട്? ഖുർആൻ പല സ്ഥലത്തും ഖുർആൻ അടിക്കടി ഉണർത്തിയ ഒരു സംഗതിയുണ്ട്. എന്താണത്? അതിന്റെ ഒരു ആയത്ത് മാത്രം ഞാൻ പറയാം. സൂറത്തുൽ അൻആമിന്റെ എന്താണ് സൂറത്തുൽ അൻആമിന്റെ 109 ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വഅഖ്സമൂ ബില്ലാഹി ജഹദ അയ്മാനിഹിം ലഇൻ ജാഅത്തുഹും ആയത്തുൻ ലയുഅ്മിനുന്ന ബിഹാ ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹ് വമാ യുശ്ഇറുകും അന്നഹാ ഇദാ ജാഅത് ലാ യുഅ്മിനൂൻ. ശ്രദ്ധിക്കണില്ലേ പറയുന്നത്? കേൾക്കുന്നില്ലേ? മുമ്പ് ആരൊന്നും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അമീർ സാഹിബ് ഏതായാലും കേൾക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നല്ലോണം കേട്ടോളി. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നല്ല ആദർശ വിദ്യാഭ്യാസം വേണം. നല്ല ആദർശ വിദ്യാഭ്യാസം. ആ ആദർശ വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ SKICRന്റെ അഡ്മിന്മാരിൽപ്പെട്ട ആളെ പേര് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഒരു അഡ്മിൻ, അദ്ദേഹം ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ എനിക്ക് വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ നാട്ടിൽ വളരെ കുറഞ്ഞ ചെറുപ്പക്കാർക്ക്, വലിയ ആളും പാളുമുള്ള ഒരു പരിപാടിയല്ല, വളരെ തുലവും കുറഞ്ഞ ഒരു 20-ൽ താഴെയുള്ള ചെറുപ്പക്കാർക്ക് മാസത്തിൽ ഒരു ആദർശപരമായ ഒരു കൂട്ട ചർച്ച, അതിന് നിങ്ങൾ ഒന്ന് നേതൃത്വം വഹിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം UAE-യിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് എനിക്കൊരു ഉച്ചയ്ക്ക് മുമ്പ് വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ഒരു ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കാം, അതേ തുടർന്ന് പിന്നെ അവിടുന്ന് നമുക്ക് ചർച്ചയിൽ ഉരുത്തിരിയാലോ അടുത്ത ഒരു ഇതിലൊക്കെ എന്താ ചെയ്യേണ്ടത്. അപ്പൊ എത്രയോ ചെറുപ്പക്കാര് ആദർശപരമായ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആദർശപരമായ അടിത്തറ അതിനെ ശക്തിപ്പെടുത്താനും അതുപോലെ പ്രതിയോഗികളായ ആളുകളെ അവരെ വേണ്ട വിധത്തിൽ അവർക്ക് മറുപടി കൊടുക്കുവാനുമുള്ള ഒരു ചങ്കൂറ്റം, അത് ഒരു വാസന അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ആവേശം നമ്മുടെ നാട്ടുംപുറങ്ങളിലൊക്കെ ഒന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട്, പല കാരണങ്ങളും പറയാൻ കഴിയുമെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ ഈ ഓൺലൈൻ സംവിധാനത്തിലുള്ള നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ചലനം തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല. ഈ ക്ലാസ് റൂം ശ്രദ്ധിച്ചുകൊണ്ട് ഗൾഫിൽ നിന്നൊക്കെ മടങ്ങി വരുന്ന പല സുഹൃത്തുക്കളും പിന്നീട് അതിലൂടെ കിട്ടിയ അറിവുകൾ അല്ലെങ്കിൽ അതിലൂടെ അവർ ആർജിച്ചെടുത്ത കരുത്തുകൾ, ആ കരുത്ത് പല വേദികളിലും അവർക്ക് പ്രകടിപ്പിക്കുവാനും പ്രചരിപ്പിക്കാനും സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. 109 ആയത്താണ് സൂറത്തുൽ അൻആമിന്റെ 109 ആയത്ത്. അതിൽ പറയാണ്, കാഫിരികളെ പറ്റി പറയാം. വഅഖ്സമൂ ബില്ലാഹി ജഹദ അയ്മാനിഹിം. കാഫിരീങ്ങൾ അല്ലാഹുവിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. അവരുടെ സത്യത്തിന്റെ അങ്ങേ അറ്റം ഉപയോഗിച്ചുകൊണ്ട് അവർ സത്യം ചെയ്തത് എന്ത്? ലഇൻ ജാഅത്തുഹും ആയ, എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം അവർക്ക് വരികയാണെങ്കിൽ ലയുഅ്മിനുന്ന ബിഹാ, അവർ മുഅ്മിനീങ്ങളായിക്കൊള്ളാം എന്നാണ് അവരുടെ സത്യം. പക്ഷേ ഖുൽ, നബി അങ്ങ് പറയുക, ഇന്നമൽ ആയാതു ഇൻദല്ലാഹ്,
ആയത്തുകളൊക്കെ അള്ളാഹിനെടുക്കല. അത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ വമാ യുശ്ഇറുക്കും അന്നഹാ ഇദാ ജാഅത്, അള്ളാഹു തആല ഇവരാവശ്യപ്പെടുന്ന ആയത്തുകൾ നബിയിലൂടെ കാണിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവരെ അത് കാണിച്ചു കൊടുത്തിട്ട് കാര്യമല്ല അല്ലെ. സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, അവരെ പറ്റി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നബിയേ അല്ലേ, അല്ലെങ്കിൽ ഫഹും ലാ യുഅ്മിനൂൻ, നബിയെ അങ്ങ് അവരെ മുന്നറിയിപ്പ് കൊടുത്താലും മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ലെങ്കിലൊക്കെ അവർക്കത് സമമാണ് എന്ന് വെച്ചാൽ അവർ ഈമാൻ കൊള്ളുകയില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്തുൻ ഫഹും ലാ യുഅ്മിനൂൻ. അല്ലാഹു അവരുടെ കാതുകൾക്ക്, അവരുടെ കണ്ണുകൾക്ക്, അവരുടെ ഹൃദയങ്ങൾക്കുമേൽ സീൽ വെച്ച് കഴിഞ്ഞു, മൂടി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ഈമാൻ കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്ന ആ വിഭാഗത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മാത്രം കടന്നു വന്ന ഒരു ആളല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നബിക്ക് വൈബറിയൊന്നുമില്ല എന്നൊരു വിശ്വാസം ഒരു നിലക്കും നബിക്ക് വൈബറിയൂല എന്ന് വിശ്വസിക്കണം എന്ന അർത്ഥത്തിലല്ല ഇതൊന്നും തന്നെ പഠിപ്പിക്കുന്നത്. ഖുർആൻ ചോദിക്കുകയാണ്, വമാ യുശ്ഇറുക്കും അന്നഹാ ഇദാ ജാഅത് ലാ യുഅ്മിനൂൻ, നിങ്ങളെ അറിയിക്കുന്നില്ല. വമാ എന്തൊന്നാണ് യുശ്ഇറുക്കും നിങ്ങളെ അറിയിക്കുന്നത്, അന്നഹാ ഇദാ ജാഅത് അങ്ങനെയുള്ള ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഈ ധിക്കാരികളായ നിഷേധികൾക്കു വന്നു കഴിഞ്ഞാലും ലാ യുഅ്മിനൂന അവർ മുഅ്മിനീങ്ങളാകൂല എന്നുള്ള കാര്യം നിങ്ങളെ എന്താണ് അറിയിച്ചു തരുന്നത് എന്നുള്ള ചോദിക്കാം. അപ്പൊ അത് കൊണ്ട് അവർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ട് കാര്യമില്ലാത്തവരോട് പിന്നെന്തിനാ സംസാരിക്കുന്നത്? അപ്പൊ അതുകൊണ്ടാണ് നബിയോട് ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞത്. എന്ത്? കുല്ല അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനിയ السوء ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമിൻ യുഅ്മിനൂൻ എന്ന് സൂറത്തുൽ അറാഫ് 187 ആയത്തിൽ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കണം സഹോദരന്മാരെ, അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒരുപാട് ഗൈബുകൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അറാബികൾ ഒരിക്കൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് ഖിയാമത്ത് നാൾ എപ്പോഴാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചു. മുസ്ലിമിന്റെ ഹദീസാണ്. മുഅ്മിനീങ്ങളായ അറാബികൾ വന്നിട്ട് എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ എന്ത് ചെയ്തു? ആ ചോദ്യത്തെ വഴിതിരിച്ചു വിടുകയാണ്. എന്നിട്ട് ഫനമറ ഇലാ അഹദസി ഇൻസാനിൻ മിൻഹും, അവരിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെറിയ വയസ്സില്ലാത്ത ഒരാളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഫഖാല ഇൻ യഇശ് ഹാദാ ലം യുദ്രികുൽ ഹറമു ഹത്താ ഖാമത് അലൈക്കും സാഅതുകും, നിങ്ങളിൽ ഏറ്റവും ചെറുപ്പമായ ഈ മനുഷ്യന് വാർദ്ധക്യം വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് റൂമിൽ 152 പേരെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ 152 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാണ് എന്നിപ്പോ പറയാൻ കഴിയും? ഈ 152 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ആരാന്ന് ചോദിച്ചാല് ആരാന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ വൃദ്ധനാകുന്നതിന് മുമ്പായിട്ട് ഈ ക്ലാസ് റൂമിലുള്ള മുഴുവൻ ആളുകളും മരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞാൽ അതെന്താണ്? അമീർ സാഹിബൊന്നും പ്രായമില്ലാത്ത ആളല്ല. മൂപ്പർക്കൊക്കെ ഒരുപാട് മൂപ്പുണ്ട്, എന്നാലും വലിയ മൂപ്പില്ല. ഒരു 40ന്റെ താഴെ മൂപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 30ന്റെയും 40ന്റെ ഇടയിലാണ്. എത്രയെന്ന് കൃത്യം ചോദിച്ചിട്ടില്ല. അപ്പോ 28 ആ 17 കുമാരിയാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ശരിയല്ല. ചുരുക്കത്തിൽ പിന്നെ അപ്പോ ഒരു 17 വയസ്സായ ഒരാളാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ ആളെന്ന് സങ്കല്പിക്കാം. അയാള് വൃദ്ധനാകുന്നതിന് മുമ്പായിട്ട് ഈ ക്ലാസ് റൂമിലെ മുഴുവൻ ആളുകളും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ഭാവിയിലുള്ള ഒരു വിഷയമാണ്. അതൊരു ഗൈബാണ്. അത് മഫാത്തിഹുൽ ഗൈബിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ യഅ്ശ് ഹാദാ ലം യുദ്രികുൽ ഹറം
ഹത്താ ഖാമത്ത് അലൈക്കും സാഅത്തുക്കും. അല്ലേ? അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വല്ലാ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇശാഅ ഫി ആഖിരി ഹയാത്തിഹി. അതോടെ ശ്രദ്ധിക്കണം, ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് വളരെ നീട്ടി പരത്തി സുദീർഘമായി പറയേണ്ട വിഷയമാണ്. ഇത് ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. സ്വല്ലാ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇശാഅ ഫി ആഖിരി ഹയാത്തിഹി. നബിയുടെ അവസാന കാലത്ത്, വഫാത്തിന്റെ കുറച്ചു മുമ്പായിട്ട്, അത് മരിക്കുന്നതിന്റെ ഒരു മാസം മുമ്പ് എന്ന് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആഖിറുൽ ഹയാത്തി എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന്റെ ഒരു മാസം മുമ്പായിരുന്നു എന്ന് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഇശാ നിസ്കരിച്ചതിന് ശേഷം ഫലമ്മ സല്ലമ ഖാമ. സലാം വീട്ടി കഴിഞ്ഞിട്ട് റസൂൽ എഴുന്നേൽക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ പ്രസംഗങ്ങളൊക്കെ വേണ്ടത്. അപ്പൊ റസൂൽ എഴുന്നേറ്റു. ഫഖാല എന്നത് പറഞ്ഞു, അറഅയ്തുക്കും ലൈലതക്കും ഹാദിഹി, നിങ്ങളുടെ ഈ രാത്രിയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു തരുക. ഫഇന്ന റഅസ മിഅതി സനത്തിൻ മിൻഹാ, ഈ രാത്രി മുതൽക്ക് 100 വർഷം തികയുമ്പോഴത്തേക്ക് ലാ യബ്ഖാ മിമ്മൻ ഹുവ അലാ ദുഹരിൽ അർദി അഹദുൻ, ഈ ഭൂമിയുടെ പുറത്തുള്ള ഒരാളും തന്നെ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നതല്ല. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63ാമത്തെ വയസ്സിന്റെ ഒരു മാസം മുമ്പ്, അല്ല വഫാത്തിന്റെ ഒരു മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12-നാണ് വഫാത്തായത്. അപ്പൊ ഈ മാസം തന്നെ നമ്മളിപ്പം സ്ഥിതി ചെയ്യുന്ന ഈ മാസം സഫർ മാസം, ഒരു സഫർ മാസത്തിന്റെ ആദ്യ വാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? ലാ ഫഇന്ന റഅസ മിഅതി സനത്തിൻ മിൻഹാ ലാ യബ്ഖാ മിമ്മൻ ഹുവ അലാ ദഹരിൽ അർദി അഹദുൻ, ഈ രാത്രി മുതൽക്ക് ഇനിയൊരു 100 വർഷം പൂർത്തിയാകുമ്പോൾ ഇന്നു ജീവിച്ചിരിപ്പുള്ള ഒരാളും തന്നെ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകുന്നതല്ല, ഈ ഭൂമിയുടെ പുറത്ത് ജീവനോടെ ഉണ്ടാകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൈബല്ലേ. വമാ തദ്രീ നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്, അല്ലേ? വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഒരാൾക്കും അറിയൂല. അത് സ്വന്തത്തിന്റെ കാര്യമാണെങ്കിലും മറ്റോന്റെ കാര്യമാണെങ്കിലും അറിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞു വെച്ചതിന് അതിന്റെ ആ ഇനത്തിൽപ്പെട്ട ഒരു ഗൈബ് സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നു, പ്രവചിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അപ്പോ നബി തങ്ങൾക്ക് എത്രയോ ഗൈബുകൾ അറിയും എന്നുള്ളത് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി മറ്റൊരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മറ്റൊരു ഹദീസ്, അത് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടുന്ന ഒരു ഹദീസാണ്. എന്താണ് ഹദീസ്? عن ابن مسعود رضي الله عنه عن رسول الله صلى الله عليه وسلم انه قال, ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലഖീതു ലൈലത ഉസ്രിയ ബി, ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ കണ്ടു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും കണ്ടു. ഫതദാക്കറു അംറ സഅഅത്തി, അവർ ഖിയാമത്ത് നാളിന്റെ കാര്യമാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖാല, അപ്പോൾ അവർ പറയാണ്, ഫറദ്ദു അംറഹും ഇലാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖിയാമത്ത് നാളിന്റെ കാര്യം ഇബ്രാഹിം നബിയോട് ചോദിക്കുക. ഫഖാല, ഇബ്രാഹിം നബി പറഞ്ഞു, ലാ ഇൽമ ലീ ബിഹാ, എനിക്കതിനെ സംബന്ധിച്ച് അറിവില്ല. അപ്പൊ പറഞ്ഞു, ഫറുദ്ദു അംറഹും ഇലാ മൂസ, എന്നാ മൂസയോട് ചോദിക്കാം. ഫഖാല ലാ ഇൽമ ലീ ബിഹാ ഫറദ്ദു അംറഹും ഇലാ ഈസ, എന്നാ ഈസാ നബിയോട് ചോദിക്കാം. അപ്പൊ ഈസാ നബി പറയുകയാണ്, ഫല അമ്മാ വജ്ബത്തുഹ, ഖിയാമത്ത് നാളിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഖിയാമത്ത് നാളിന്റെ കൃത്യമായ സമയം, ഫലാ യഅലമു ബിഹാ അഹദുൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാളും തന്നെ അത് അറിയൂല. അപ്പൊ ഖിയാമത്ത് നാളിന്റെ കൃത്യമായ സമയം എപ്പോൾ എന്നതിനെ സംബന്ധിച്ച്, ഖിയാമത്ത് നാളിന്റെ കൃത്യമായ സമയം എപ്പോൾ എന്നതിനെ സംബന്ധിച്ച് അത് കൃത്യമായ സമയം എപ്പോൾ എന്നതിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി അവർ ഇബ്രാഹിം നബിയോട് ചോദിക്കാം, പിന്നെ മൂസാ നബിയോട് ചോദിക്കാം, പിന്നെ ഈസാ നബിയോട് ചോദിക്കാം. അപ്പൊ എന്താണ് ആ ഹദീസ്? ഇമാം അഹ്മദ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്.
അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്താണ്? ഒരു പക്ഷേ ഇബ്രാഹിം നബിക്ക് അതിന്റെ അറിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിലോ ആ ഒരു സാധ്യത അവർ നൽകുന്നു എന്നാണ്. അല്ലെങ്കിൽ മൂസാ നബിക്ക് അല്ലാഹു കൊടുത്തേക്കാം എന്ന ഒരു സാധ്യത മൂസാ നബിയുടെ പേരിൽ വെച്ചു പുലർത്തുകയാണ്. അല്ലെങ്കിൽ ഈസാ നബിക്ക് അല്ലാഹു നൽകിയേക്കാം എന്ന ഒരു സാധ്യത ഈസാ നബിയുടെ പേരിൽ അവർ വെച്ചു പുലർത്തുകയാണ്. ആര്? ഈ പറഞ്ഞ പ്രവാചകന്മാരെന്നെ. അപ്പോ അല്ലാഹു തആല വൈബ് ഒരാൾക്കും വൈബ് അറിയൂല, അമ്മ ഉദ്ദേശിച്ച ആളുകൾക്ക് അമ്മ വൈബ് പറഞ്ഞു കൊടുക്കും എന്നുള്ളതിൽ ഖിയാമത്ത് നാൾ വരെ ഉൾപ്പെടാവുന്നതാണ് എന്നാണ് പ്രവാചകന്മാർ വിശ്വസിച്ചത്. മനസ്സിലായോ? അതാണ് പ്രമുഖരായ പല പണ്ഡിതന്മാരും, ഇമാം അഹ്മദ് സ്വാവി, ഇമാം ബാജൂരി പോലുള്ള, ഇമാം സുയൂത്തി പോലുള്ള പല പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണത്തിന്റെ തൊട്ടുമുമ്പായിട്ട് ഖിയാമത്ത് നാൾ അടക്കമുള്ള വൈബുകൾ വരെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. വൈബ് ഒരാൾക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കൂല എന്ന് ഖണ്ഡിതവും അവസാന വാക്കുമായിട്ട് വിശ്വസിക്കണം എന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ തമ്മിൽ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അതിന്റെ കൃത്യമായ ഡേറ്റിനെ സംബന്ധിച്ചുള്ള അറിവ് ഇബ്രാഹിം നബിയുടെ അടുക്കലുണ്ടോ എന്ന് എന്തുകൊണ്ട് അവർ പരിശോധിച്ചു? അല്ലെങ്കിൽ മൂസാ നബിയുടെ അടുക്കലുണ്ടോ എന്ന് എന്തുകൊണ്ട് അവർ പരിശോധിച്ചു? അതല്ലെങ്കിൽ ഈസാ നബിയുടെ അടുക്കലുണ്ടോ എന്ന് എന്തുകൊണ്ട് അവർ പരിശോധിച്ചു? അപ്പൊ ഈ പരിശോധനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതിന്റെ ഒരു സാധ്യത അല്ലാഹു തആലാക്ക് ആ അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വിരോധം ഇല്ല എന്ന രൂപത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ അമ്പിയാക്കൾ വരെ മനസ്സിലാക്കുകയും ഗണിച്ചു പോരുകയും അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായി? ഇതൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ്. ഇൽമുൽ ഗൈബിനെ എങ്ങനെയാണ് അത് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നതിന് വല്ല പരിധിയും ഉണ്ടോ? ഖുർആനിലും ഹദീസിലും വന്ന, ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള അത്തരം കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി വേറൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല, അറിയുകയുമില്ല, അറിയാൻ സാധ്യതയും ഇല്ല, അറിയിച്ചു കൊടുക്കാൻ യാതൊരു വകുപ്പും ഇല്ല എന്ന് വിശ്വസിക്കുക എന്നുള്ളത് ഇസ്ലാം ദീനിന് വിരുദ്ധമാണ്. ഇവിടെയാണ് വഹാബികൾ, മൗദൂദികൾ, തബ്ലീഗ് ജമാഅത്തുകാർ പോലുള്ള വൈബ് നിഷേധികളായ ആളുകളെല്ലാം തന്നെ ഈ അടിസ്ഥാനപരമായ പോയിന്റിലാണ് അവരൊക്കെയും തന്നെ പെട്ടുപോയിട്ടുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അങ്ങനെയാവുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അഅറാഫിന്റെ 187 ആയത്തിൽ പറയുന്നുണ്ടല്ലോ, എന്ത് പറയുന്നുണ്ട്? ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. ഇൻദ റബ്ബി, റബ്ബിന്റെ അടുക്കൽ മാത്രമാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു, അതിന്റെ സമയം അത് സ്പഷ്ടമായി കൃത്യമായിട്ട് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലാഹു ആർക്കും അറിയിച്ചു കൊടുക്കൂല. സാമാന്യമായിട്ടോ പൊതുവായിട്ടോ അതല്ലെങ്കിൽ അതിന്റെ ഏതാനും രൂപത്തിലായിട്ടൊക്കെ അറിയിച്ചു കൊടുക്കുന്നതിന് വിരോധം ഇല്ല എന്ന് തന്നെയാണ് സൂറത്തുൽ അഅറാഫിന്റെ 187 ആയത്തും നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് മനസ്സിലാക്കി തരുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു ഇവിടെ വിശദീകരിക്കുന്നത് എന്താണ്? വഖാലത്തിൽ യഹൂദു, യഹൂദികൾ പറയുമായിരുന്നു, ഇൻ കുന്ത നബിയ്യൻ, മുഹമ്മദേ നീ ഒരു നബിയാണെങ്കിൽ ഫഅഖ്ബിർനാ അനി സ്സാഅ മതാ തഖൂമു, ഖിയാമത്ത് നാൾ എപ്പോഴാണ് ഉണ്ടാകുക എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. വറുവിയ അന്നൽ മുശ്രിക്കീന ഖാലു ദാലിക, ജൂതന്മാർ മാത്രമല്ല ബിംബാരാധകരായ മുശ്രിക്കുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അവരങ്ങനെ പറയുന്നത്? നബിയോട് ഒരു അഅറാബി വന്നിട്ട്, മുസ്ലിമായ ഒരു അഅറാബി, ഒരു സഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചിട്ടുണ്ട്, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അത് എന്തിനാണ്? അത് ഖിയാമത്ത് നാളിനോടുള്ള വിശ്വാസം ഒന്നുകൂടി ഹൃദയത്തിൽ രൂഢമൂലമാവാനും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്താനും നബിയോടുള്ള വിശ്വാസത്തെ മനസ്സിൽ കൂടുതൽ ദൃഢീകരിക്കാനും ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതേസമയത്ത് ജൂതന്മാർ നബിയോട് ചോദിച്ചത് ആ അർത്ഥത്തിൽ അല്ല, മുശ്രിക്കുകൾ നബിയോട് ചോദിച്ചതും പ്രസ്തുത അർത്ഥത്തിലായിരുന്നില്ല.
മറിച്ച് അവർ ചോദിച്ചതിനെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു ലിഫറത്തുൽ ഇൻകാർ, അവരുടെ നിഷേധത്തിന്റെ കാഠിന്യത്തിന് വേണ്ടിയാണ് അവർ അങ്ങനെ ചോദിച്ചത് എന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ ഖാസിനിൽ പറയുന്ന ഒരു പരാമർശം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശരിക്കും മനസ്സിലാക്കും. ഫൈൻ കുൽത, നീ ചോദിക്കുകയാണെങ്കിൽ ഖദ് അഖ്ബറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മഗീബാത്തി, നബി തങ്ങൾ എത്രയോ മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വഖദ് ജാഅത്ത് അഹാദീസു ഫി സ്വഹീഹി, സഹീഹായ എത്രയോ ഹദീസുകളും അത് സംബന്ധമായി വന്നിട്ടുണ്ടല്ലോ. വദാലിക ഫീദാലിക വഹുവ മിൻ അഅ്മനി മുഅ്ജിസാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിന്റെ എത്രയോ വലിയ മുഅ്ജിസത്താണല്ലോ. ഫകൈഫൽ ജംഉ ബൈനഹു വബൈന ഖൗലിഹി വലൗ കുൻതു അഅലമുൽ ഗൈബ, ഞാൻ ഗൈബ് അറിയുമായിരുന്നെങ്കിൽ എത്രയോ നേട്ടങ്ങൾ അധികരിപ്പിക്കുമായിരുന്നേനെ, എനിക്കൊരു വിപത്തും വരുമായിരുന്നില്ല എന്ന് പറയുന്ന ആയത്തിന്റെയും ഈ സംഭവങ്ങളുടെയും ഇടയിൽ എങ്ങനെ സംയോജിപ്പിക്കും എന്നു നീ ചോദിച്ചാൽ, ചോദ്യം മനസ്സിലായോ? നബി തങ്ങൾ പറയുന്നു ഞാൻ ഗൈബ് അറിയുന്നില്ല, അതേ സമയത്ത് നബിയാണെങ്കിൽ എത്രയോ ഗൈബുകൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നബിയുടെ ഈ വാക്കും നബിയുടെ യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്നു നീ ചോദിച്ചാൽ കുൽത്തു, അതിന്റെ മറുപടി ശ്രദ്ധിക്കുക. യഹ്തമിലു അൻ യകൂന ഖാലഹു അലാ സബീലി തവാദുഇ വൽ അദബ്, തനിക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് സാധാരണ എനിക്കൊരു അറിവില്ല എന്ന് പറയാറില്ലേ? നമ്മളൊക്കെ സാധാരണ പറയാറില്ലേ? പല ആളുകൾക്കും പല 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 വിജ്ഞാനങ്ങളിൽ, പല ശാസ്ത്രങ്ങളിൽ, പല ടെക്നോളജിയിൽ പല രൂപത്തിൽ അറിവുണ്ടാവും. മതപരമായ അറിവുള്ളവരുണ്ട്, ഭൗതികമായതുണ്ട്, പൊതു അറിവുകളുണ്ട്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവരുണ്ട്. ഇങ്ങനെ പല ആളുകളുടെയും അറിവ് വ്യത്യസ്തമാണ്. പക്ഷേ ഒരു താഴ്മയുടെ ഉടമയായ മനുഷ്യനാണെങ്കിൽ അയാൾ എന്താ പറയും? എനിക്കതിനെപ്പറ്റി അറിയില്ല, ഞാനൊരു അറിവുള്ള ആളല്ല എന്ന് പറയാറില്ലേ? അതിന് നമ്മൾ തവാദു എന്നാണ് പറയാ, താഴ്മ, വിനയം എന്ന് പറയും. ആ ഭാഷയിൽ നബി തങ്ങൾ പ്രതികരിച്ചതാണെന്ന് വെച്ചാൽ മതി. അതാണ് ഒരു മറുപടി. രണ്ടാമത്തെ മറുപടി, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വൽ മഅന ലാ അഅലമുൽ ഗൈബ ഇല്ലാ അൻ യുത്ലിഅനി അല്ലാഹു അലൈഹി വയുഖ്ദിറഹു അലി, എനിക്ക് ഗൈബൊന്നും അറിയില്ല, അള്ളാഹു അറിയിച്ചു തരുന്ന അറിവല്ല, അതിനെപ്പറ്റി യാതൊരു അറിവ് എന്ന് പറയുന്നില്ല. വയഹ്തമിലു അൻ യകൂന ഖാല ദാലിക ഖബ്ല അൻ യുത്ലിഅഹു അസ്സ വജല്ല അലൽ ഗൈബി, അതല്ലെങ്കിൽ നബി തങ്ങൾ ഈ പറഞ്ഞത് അഅറാഫ് സൂറത്ത് മക്കിയയാണ്, ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മക്ക കാലഘട്ടത്തിൽ ഈ പറഞ്ഞത് മദീന കാലഘട്ടത്തിൽ നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത ധാരാളമായ ഗൈബുകൾ അറിയിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമായേക്കാം. അതൊരു മറുപടിയാണ്. എന്തുകൊണ്ട്? അല്ലാഹു തആല തന്നെ സൂറത്തുൽ ജിന്നിൽ പറഞ്ഞല്ലോ, ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത്തരം ആയത്തുകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ മറുപടി പറയേണ്ടതാണ്. അതുമല്ലെങ്കിലോ ഔ യകൂന ഖറജ ഹാദൽ കലാമു മഖറജൽ ജവാബി അൻ സുആലിഹിം, അവരുടെ ചോദ്യത്തിന് ഒരു പ്രതികരണം എന്ന നിലക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മാത്രമാണ് അല്ലേ? അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞ ധിക്കാരത്തിന്റെ ചോദ്യമായിരുന്നു. ആ ധിക്കാരപൂർവമായ ചോദ്യത്തിന് അതിനെ തടയിടാൻ അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയാൻ വേണ്ടുന്ന ഒരു മറുപടിയുടെ ശൈലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് തഫ്സീറുൽ ഖാസിനിൽ സൂറത്തുൽ അറാഫിലെ 188-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഇനി സൂറത്തുൽ അൻആമിന്റെ 50-ാമത്തെ ആയത്തും സാധാരണ വഹാബികളൊക്കെ നമ്മുടെ മുമ്പിൽ പറയാറുണ്ട്. എന്താണത്? ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ അലയ്യ ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ അഫലാ തതഫക്കറൂൻ. സൂറത്തുൽ അൻആമിന്റെ 50-ാമത്തെ ആയത്താണ്. ഖുൽ, പറയുക നബിയേ, ലാ അഖൂലു ലക്കും, നിങ്ങളോട് ഞാൻ പറയുന്നില്ല, ഇൻദി ഖസാഇനുല്ലാഹി, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന്, വലാ അഅലമുൽ ഗൈബ, ഗൈബ് അറിയുമെന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ നിന്ന് നുബുവത്തും റിസാലത്തും കിട്ടിക്കൊണ്ട് നേരെ ചെല്ലുകയാണ് ജനതയിലേക്ക്. എന്നിട്ട് ഞാൻ ഗൈബ് അറിയുന്ന ആളാണ് എന്ന വാദവുമായിട്ട് വന്ന ആളല്ല, ഞാൻ റസൂലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ റസൂലായതുകൊണ്ട് റസൂല് ആവാൻ ആവശ്യമായത് അത് അനിവാര്യമായിട്ട് എന്തൊക്കെ വേണം? ഒരു റസൂലാവണം എന്നുണ്ടെങ്കിൽ അനിവാര്യമായ കാര്യങ്ങൾ, ഒന്ന് സിദ്ഖ്, സത്യസന്ധത വേണം, അത് നബിയുടെ ജീവിതത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. 2 ഫത്വാനത്ത്, ബുദ്ധികൂർമ്മത, അതും നബിയുടെ ജീവിതത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. 35-ാമത്തെ വയസ്സിൽ കഅബാലയത്തിന്റെ പുനരുദ്ധാരണ വേളയിൽ
ഹജറുൽ അസ്വദ് ആരാണ് ആ മൂലയിൽ സ്ഥാപിക്കുക എന്ന് ഖുറൈശികൾക്കിടയിൽ, ഗോത്രങ്ങൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായപ്പോൾ അതിന്റെ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി അവർ തീരുമാനത്തിലെത്തി. ഈ ഭാഗത്തേക്ക് ആദ്യം കടന്നു വരുന്ന ആൾക്ക് വിട്ടുകൊടുക്കാം. അങ്ങനെ ആദ്യം കടന്നു വന്നത് റസൂലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഒരു തുണി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ തുണി നിലത്ത് വിരിച്ചു, അതിൽ ഹജറുൽ അസ്വദ് വെച്ചു. എന്നിട്ട് ഗോത്രക്കാരുടെ ഓരോ പ്രതിനിധി ആ തുണിയുടെ ഓരോ ഭാഗത്തിൽ പിടിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും കൂടിയിട്ട് ഹജറുൽ അസ്വദിനെ സ്ഥാപിച്ചു. പ്രശ്നം തീർന്നു. അപ്പോ മക്കയിൽ ഹജറുൽ അസ്വദിന്റെ പേരിൽ വളരെ ഭീകരമായൊരു ഭിന്നിപ്പും ഭീകരമായൊരു യുദ്ധകോലാഹലവും നടന്നുകൊണ്ട് മക്ക രണാങ്കണമായി മാറുകയും ജനങ്ങൾ ഛിന്നഭിന്നമായി തകർന്നു തരിപ്പണമാവുകയും ചെയ്യാവുന്ന ഒരു ഗൗരവതരമായ ഒരു ബീഭത്സകരമായ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് ആ ജനതയെ 35-ാമത്തെ വയസ്സിൽ തന്ത്രപരമായി ബുദ്ധിപരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുകയും വളരെ സൗഹാർദ്ദപരമായിട്ട് ആ പ്രശ്നം രമ്യമായി തീർക്കുകയും ചെയ്ത അത്രയും വലിയ ബുദ്ധിപൂർവ്വത ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പൊ ഫത്വാനത്ത്, മൂന്നാമത്തത് സിദ്ഖ്, രണ്ടാമത്തത് ഫത്വാനത്ത്, മൂന്നാമത്തത് ഇസ്മത്ത്, പാപസുരക്ഷിതത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലസ്തുക അഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല, നിങ്ങളുടെ ചാപ്പല്യങ്ങൾ എനിക്ക് സംഭവിക്കില്ല. അതുപോലെ തന്നെ ദുൽഖുബൈസറത്തു തമീമിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞു? ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഭൂമിയിൽ ആരാണോ നീതി കാണിക്കാനുണ്ടാവുക? അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് അനീതി സംഭവിച്ചാൽ ലോകം മുഴുവൻ കേടുവരും. ലോകം മുഴുവൻ കേടുവരിക എന്നുള്ളത് എന്റെ റിസാലത്തിന്റെ തത്വത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മഅസൂമായിരിക്കണം. ഞാൻ അനീതിക്കാരനാവാൻ പാടില്ല. ഞാൻ യഥാർത്ഥക്കാരനാവൽ നിർബന്ധമാണ്. ഞാൻ മഅസൂമാവൽ നിർബന്ധമാണ്. ഞാൻ പാപസുരക്ഷിതനാവൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഭാഗം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മറ്റു ഹദീസിന്റെ കിതാബുകളിലും കാണാം. അപ്പോ ഈ 4 കാര്യങ്ങളാണ് റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ദഅവയിൽ നേർക്കുനേരെ കടന്നു വരുന്നത്. അല്ലാതെ ഭാവിയിൽ എന്താണോ ആ കാര്യം എന്താണ്, മറ്റേ കാര്യം എന്താണ്, ഇതെന്താണ്, അതെന്താണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ആ ഒരു വാദിയായിട്ടല്ല. ഏതുപോലെ നമ്മളൊക്കെ വീട്ടിലേക്ക് ആര് വരാറുണ്ട്? കുറത്തികൾ വരാറില്ലേ? കുറത്തികള് അല്ലേ? കൈരേഖ നോക്കിക്കാണ്ട് ഭാവി പ്രവചിക്കാൻ വേണ്ടി അവകാശവാദം എന്താണ്? ഓലെന്താണ് അവകാശവാദം ഉന്നയിക്കുന്നത്? എന്താണ്? നിങ്ങളുടെ കൈ നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ ഭാവിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം, ഞാൻ അതിന്റെ ആളാണെന്നാണ് അയാൾ വാദിക്കുന്നത്. അല്ലേ? ഉള്ളതേ പറയൂ, ഇല്ലാത്തത് പറയാൻ മടിക്കൂല. 5 രൂപ തന്നാ 2 രൂപയുടെ കാര്യം പറയാം, എന്തും പറയാന്നൊക്കെ പറയാലോ. അപ്പൊ ഇങ്ങനെ അവർ പറയുന്നത് അവരുടെ ദഅവ തന്നെ, അവരുടെ വാദം തന്നെ അതാണ്. എന്നാൽ അതുപോലുള്ള ഒരു ഹസ്തരേഖാ ശാസ്ത്രം പറയുന്ന ആളോ അതല്ലെങ്കിൽ ഒരു ഭാവി പ്രവചനവാദം ഉന്നയിക്കുന്നയാളോ ആയിട്ട് കടന്നു വന്ന ഒരാളായിരിക്കണം റസൂൽ എന്നുള്ള തെറ്റായ വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചോദ്യങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞത്, അല്ലെങ്കിൽ നബിയോട് പറയാൻ വേണ്ടി അല്ലാഹു എന്ത് പറഞ്ഞത്? ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ അലയ്യ ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ അഫലാ തതഫക്കറൂൻ. പറയുക നബിയെ, ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്റെ അടുക്കൽ അല്ലാഹുവിന്റെ ഖജനാവുകളുണ്ടെന്ന്, ഗൈബ് അറിയും എന്നും ഞാൻ വാദിക്കുന്നില്ല, ഞാനൊരു മലക്കാണെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ലല്ലോ. ഇതെന്തായി മുഹമ്മദ് അങ്ങാടിയേക്ക് നടക്കുന്നത്? ഇതെന്തായി മുഹമ്മദ് ഭക്ഷണം കഴിക്കുന്നത്? ഇതെന്തായി മുഹമ്മദ് കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. എന്തുകൊണ്ടില്ല? ഞാൻ ഇതൊന്നും ഇല്ലാത്തൊരാള് അല്ലെങ്കിൽ ഇല്ലാത്തൊരു വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മലക്ക് എന്നുള്ള വർഗത്തിൽപ്പെട്ട, മലക്കുകൾ ആണാണെന്നും പെണ്ണാണെന്നും പറയാൻ പറ്റില്ലല്ലോ, അവർക്ക് വിവാഹമില്ലല്ലോ, അവർക്ക് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയില്ലല്ലോ, അവർക്ക് മൂത്രയിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളില്ലല്ലോ. അപ്പൊ ആ ഒരു വർഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാനെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എങ്കിലല്ലേ നിങ്ങളുടെ ആ ചോദ്യത്തിനൊക്കെ ഒരു പ്രസക്തിയുള്ളൂ അല്ലേ എന്നാര് ചോദിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അതൊക്കെ ശത്രുക്കളുമായിട്ട് അല്ലെങ്കിൽ സത്യനിഷേധികളുമായിട്ട് ഇസ്ലാമിനെ കൊന്നനം കാണിക്കുന്നവരോട് സംവദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്.
അതല്ലാതെ നബിയുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും നബിയെ സമ്പൂർണമായി അനുസരിക്കുകയും നബി കൊണ്ടുവന്ന ആശയങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത സത്യവിശ്വാസികൾ മുമ്പാകെയുള്ള പറച്ചിലുകളല്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മാത്രമല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ഫകാനൽ മഖ്സൂദ് മിൻ ഹാദൽ കലാം ഇബ്ഹാറുൽ അജ്ദി വദ്ദുഅഫി. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ എന്താണ്? ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ അശക്തത, ദൗർബല്യം ഇത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അഥവാ وأنه لا يستقل بتحصيل هذه المعجزات التي طلبوها منه. ശത്രുക്കൾ ആവശ്യപ്പെട്ട മുഅ്ജിസത്തുകൾ ഉണ്ടാക്കി കൊടുക്കാൻ നബി തങ്ങൾക്ക് സ്വയം കഴിയുകയില്ല. അപ്പൊ നബി അഅലമുൽ ലാ അഅലമുൽ ഗൈബ എന്ന് പറഞ്ഞാൽ നബിക്ക് ഗൈബ് സ്വയമായിട്ട് അറിയുകയില്ല. അതാണ് ആ പറഞ്ഞത്. സ്വതന്ത്രമായി നബി തങ്ങൾക്ക് ഗൈബ് അറിയുകയില്ല. അല്ലാഹു നൽകിക്കൊണ്ട് ഗൈബ് അറിയുന്നതോ അത് എത്രയാണ് അറിയുക? അത് എത്രയോ അറിഞ്ഞിട്ടുണ്ട്. അതിൽ പലതും പ്രവചിച്ചിട്ടുമുണ്ട്, പലതും സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് വളരെ അടിസ്ഥാന തത്വമാണ്. ഇനി അത് ഒരു നബിതങ്ങൾക്ക് എല്ലാ വൈബുകളും ഖിയാമത്ത് വരെയുള്ള എല്ലാ വൈബുകളും അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരത് പറഞ്ഞ് അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, എത്രയോ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറഞ്ഞിട്ടുള്ളത്. ആ വാദം ഒരിക്കലും തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദക്ക് വിരുദ്ധവും ആകുന്നില്ല. ഏതൊക്കെയാണ്, എവിടേക്കാണ് അവർ പറഞ്ഞത്, എന്തൊക്കെയാണ് അവരുടെ തെളിവുകൾ, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത ബുധനാഴ്ചയിലേക്ക്, ഒരു ക്ലാസ് കൂടി നമ്മൾ ഈ വിഷയത്തിൽ എടുക്കണം, അടുത്ത ബുധനാഴ്ചയിലേക്ക് നീട്ടിവെക്കുകയാണെന്ന് അറിയിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മുജാഹിദുകളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, നബി തങ്ങൾ കുറെ വൈബൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അറിഞ്ഞു എന്നതിന്റെ പേരിൽ നബിക്ക് ഒരു അസാധാരണ മനുഷ്യനാണെന്നൊന്നും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? നബിക്ക് ഈ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഞാനുണ്ടല്ലോ, നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന തഅദീബിന് വേണ്ടി പറയല്ല, വിഷയത്തെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പറയാം. നിങ്ങളോട് ഇപ്പൊ ഈ സംസാരിക്കുന്ന ഞാൻ, എനിക്ക് കണ്ണുണ്ട്, ഇതുകൊണ്ട് ഞാൻ ചിലതൊക്കെ കാണുന്നുണ്ട്, എനിക്ക് കാതുണ്ട്, ഇതിൽ വെച്ചുകൊണ്ട് ഞാൻ പല ശബ്ദങ്ങളും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ഫാൻ കറങ്ങുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇങ്ങനെ പലതും ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും എന്റെ പ്രാഥമിക ബുദ്ധി കൊണ്ടും ഞാൻ പലതും ആലോചിക്കുന്നു, പലതും ചിന്തിക്കുന്നു, പലതും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു ഒക്കെ ഉണ്ട്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കാത്, കേൾവി, കണ്ണ്, ഇങ്ങനെയൊക്കെ. അതിനപ്പുറം നബിക്ക് ഒരു സിദ്ധിയും ഇല്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നബിയിലെ അല്ലാഹു തആല ചില വഹ്യുകളൊക്കെ ഇങ്ങനെ അറിയിച്ചു കൊടുത്തു, അപ്പൊ അതിങ്ങനെ അറിഞ്ഞു എന്നല്ലാതെ വേറെ ഒരു സിദ്ധിയും, ഞാനും നബിയും തമ്മിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഒരു അന്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് വളരെ തെറ്റായ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ വാചകത്തെ അട്ടിമറിച്ച ആളുകളുടെ സിദ്ധാന്തമാണ്, വാദമാണ് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ ഇമാമികൾ ആ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, മഹാന്മാരായ ഇമാമിങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ ബാരിയുടെ 12ാമത്തെ വാള്യം 367ാമത്തെ പേജിൽ പറയുകയാണ്. എന്താ പറയുന്നത്? ഇന്നന്നുബുവത ഇബാറത്തുൻ അമ്മാ യഖ്തസ്സു ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസാലിയെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താ? ഇന്നന്നുബുവത ഇബാറത്തുൻ അമ്മാ യഖ്തസ്സു ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയഫാരിഖു ബിഹി ഗൈറഹു. നുബുവത്ത് എന്നുള്ളത് പ്രവാചകന്മാരുടെ സവിശേഷതയാണ്, മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു സംഗതിയാണ്. വഹുവ യഖ്തസ്സു ബി അൻവാഇൻ മിനൽ ഖവാസ്. ആ നുബുവത്തിന് പല പ്രത്യേകതകളുമുണ്ട്. മിൻഹാ, അതിൽപ്പെട്ടതാണ് അന്നഹു യഅരിഫു ഹഖായിഖൽ ഉമൂരിൽ മുതഅല്ലിഖത്തി ബില്ലാഹി വസിഫാത്തിഹി വമലായികതിഹി വദ്ദാരിൽ ആഖിറ. അല്ലാഹുവിനെ കുറിക്കുന്ന അവന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട, മലക്കുകളുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ട
ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, ഒരുപാട് പൊരുളുകൾ അറിയാൻ അവർക്ക് സാധിക്കുന്നു. പക്ഷെ അത് മറ്റുള്ളവർക്ക് അറിയൂല. ബൽ ഇൻദഹു മിൻ കസ്റത്തിൽ മഅലൂമാതി വസിയാദത്തിൽ യഖീനി വതഹ്ഖീഖി മാ ലൈസ ഇൻദ ഗൈരിഹി. പ്രവാചകന്റെ അടുക്കലുള്ള അറിവുകൾ, അവരുടെ വിശ്വാസത്തിന്റെ അളവ്, അതുപോലെ അവരുടെ ദൃഢതയുടെ വർധനവ്, അത് മറ്റുള്ളവർക്കില്ലാത്ത തോതിൽ അവരുടെ അടുക്കലുണ്ട്. വലഹു സിഫത്തുൻ, ഒരു പ്രവാചകനൊരു സിഫത്തുണ്ട്, ഒരു ഗുണമുണ്ട്. എങ്ങനത്തെ ഗുണമാണ്? തതിമ്മു ലഹു ബിഹാ അൽ അഫ്ആലുൽ ഖാലിഖത്തു ലിൽ ആദാത്ത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന്മാർക്ക് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ സമ്പൂർണമായി ലഭിക്കുന്ന ചില ഗുണങ്ങൾ പ്രവാചകന്മാർക്കുണ്ട്. കസിഫത്തില്ലത്തി ബിഹാദത്തിൻ ഗൈരിഹി അൽ ഹറകാത്തുൽ ഇഖ്തിയാരിയ, ഇച്ഛാനുസരണം ഉള്ള ചലനങ്ങൾക്ക് മറ്റുള്ള പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്ക് ഇച്ഛാനുസരണമുള്ള ചലനങ്ങൾ സാധ്യമാകാനുള്ള സിഫത്ത് പോലുള്ള ഒരു സിഫത്ത്, അസാധാരണമായ പ്രവർത്തനങ്ങൾ നടക്കാൻ പ്രവാചകന്മാർക്കുണ്ട്. വലഹു സിഫത്തുൻ യുബ്സിറു ബിഹാ അൽ മലായികത, മലക്കുകളെ കാണാൻ കഴിയുന്ന ഒരു ഗുണം പ്രവാചകനുണ്ട്. വൈശാഹിദു ബിഹാ അൽ മലക്കൂത, അല്ലാഹുവിന്റെ അദൃശ്യ ലോകങ്ങളെ കാണാൻ പ്രവാചകന്മാർക്ക് കഴിയുന്ന ഒരു ഗുണമുണ്ട്. കസിഫത്തില്ലത്തി യുഫാരിഖു ബിഹാ അൽ ബസീറു വൽ അഅമ, കണ്ണുപൊട്ടലിൽ നിന്ന് കാഴ്ചയുള്ളവരെ വേർതിരിക്കുന്ന ഒരു ഗുണം, അത് കാഴ്ചയുള്ള ആളുകൾക്കുള്ളതുപോലെ സാധാരണക്കാരിൽ നിന്ന് പ്രവാചകന്മാരെ വേർതിരിക്കുന്ന ഒരു സിഫത്ത് പ്രവാചകന്മാർക്കുണ്ട്. വലഹു സിഫത്തുൻ ബിഹാ യുദ്രികുമാ സയകൂനു ഫിൽ ഗൈബി വയുതാലിഉ ബിഹാ മാ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹിൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങൾ വായിക്കാനും ഭാവിയിൽ വൈബായി വരുന്ന സംഗതികൾ മനസ്സിലാക്കാനും ഉള്ള ഒരു സിഫത്ത് പ്രവാചകനുണ്ട്. കസിഫത്തില്ലത്തി യുഫാരിഖു ബിഹാ അദ്ദഖിയുൽ ബലീദ, ബുദ്ധിയുള്ള ആള് വിഡ്ഢിയിൽ നിന്ന് വേർതിരിയുന്ന സിഫത്ത് എന്താണോ അതുപോലെ സാധാരണക്കാർക്കില്ലാത്ത പ്രവാചകന്മാർക്കുള്ള ഒരു പ്രത്യേകമായ സിഫത്ത് അവർക്കുണ്ട്. അതുകൊണ്ട് അവർ വൈബിനെ അവർക്കറിയാൻ കഴിയുന്നു. ലൗഹുൽ മഹ്ഫൂദുള്ളത് അവർക്ക് വായിക്കാൻ സാധിക്കുന്നു. ഫഹാദിഹി സിഫാത്തു കമാലാത്തിൻ, ഇത് സമ്പൂർണതകളുടെ സിഫത്തുകളാണ്. സാബിതത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥിരപ്പെട്ട കാര്യമാകുന്നു എന്ന് ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കിതാബുൽ ഫഖ്രി വസ്സുഹുദിൽ പറഞ്ഞ കാര്യം അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ എതിർക്കാത്ത രൂപത്തിൽ ഹാഫിദ് അസ്കലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയുടെ 12ാമത്തെ വാല്യം 367ാമത്തെ പേജില് ബാബു തഅബീർ, കിതാബ് തഅബീർ എന്നുള്ള അധ്യായത്തിൽ, സ്വപ്നവ്യാഖ്യാനം എന്നുള്ള അധ്യായത്തിൽ വിശദമായി ഉദ്ധരിക്കുകയാണ്. മനസ്സിലായി? അപ്പോ ഇവരുടെ വാദം ശരിയല്ല. ആരുടെ വാദം? നബിതങ്ങളും നമ്മളും തമ്മിലൊരു ഗ്യാപ്പൊന്നുമില്ല, അന്തരം ഒന്നും ഇല്ല, അകൽച്ച ഒന്നും ഇല്ല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നബി അല്ലാഹു തആല ചില വഹ്യുകൾ കൊടുത്തു, ആ വഹ്യ് അങ്ങനെ പറയുന്നു എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്ന ആ വാദം തികച്ചും തെറ്റാണ്. അഹ്ലുസുന്നയുടെ അഖീദക്ക് വിരുദ്ധമാണ്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് വിദൂരമാണ്, വളരെ പിഴച്ച ആശയമാണ് എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇനി ഇൻഷാ അല്ലാഹ് ഹദീസുകളിലൂടെ ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട അബൂ ഗസാലിനെ എഴുതി കാണിക്കുന്നത് എന്തിനാണ്? അബൂ ഗസാലിന് അവന്റെ കൊല്ലം. അപ്പോ ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിൽ വിമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ, എതിരാളികളുടെ തെളിവുകൾ, അതിനുള്ള മറുപടികൾ, അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച നമുക്ക് സംസാരത്തിൽ വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവരൊന്ന് കൈവന്ദിച്ചാൽ, ഇപ്പൊ തന്നെ ഒന്ന് കൈവന്ദിച്ചു. നമ്മളാൾക്കാരുടെ ചോദ്യങ്ങളല്ല പ്രതീക്ഷിക്കുന്നത്. പിന്നെന്താണ്, ഇതിനൊക്കെ എതിർക്കുന്ന ആളുകളുണ്ടല്ലോ, ഇതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിനെ ഭത്സിക്കുകയും അവരെ വളരെ മോശമായിട്ട് പൊതുജനമധ്യത്തിൽ താറടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾ അവരുടെ ചോദ്യങ്ങൾ വരട്ടെ, ചോദ്യത്തിൽ തന്നെ അവർക്കുള്ള മറുപടി അടങ്ങിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ വിജയം, അവരുടെ പരാജയം. അവരെന്താണോ ചോദിക്കുന്നത് അതിൽ തന്നെ, ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇസ്ലാഹി 1 എന്ന് പറയുന്ന ആ മനുഷ്യൻ
എന്താ ചോദിച്ചത്? മഴയെ സംബന്ധിച്ചുള്ളത് വൈബാണോ, മലക്കിനെ സംബന്ധിച്ചുള്ളത് വൈബാണോ? അത് രണ്ടും വൈബല്ലേ? അങ്ങനെയാണെങ്കിൽ മീകായിൽ അലി ഇസ്ലാമിനോട് സദഖത്തുല്ലാഹിൽ ഖാഹിരി മഴ വേണമെന്ന് ആവശ്യപ്പെട്ടത് വൈബല്ലേ? അത് നമ്മൾ ആ ചോദ്യത്തിൽ തന്നെ, ആ സെന്റൻസിൽ ഉപയോഗിച്ച വാക്ക് തന്നെ കൈകാര്യം ചെയ്തു. മഴ ചോദിക്കുക എന്നുള്ളത് എങ്ങനെയാണ് സുഹൃത്തെ വൈബാകുക? വൈബ് എന്നുള്ളതൊരു വിവരമല്ലേ, അതൊരു ചോദ്യമല്ലല്ലോ. വൈബ് എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവും ചോദ്യവും രണ്ടാണ്. അറിവ് എന്ന് പറയുന്നത് ഒരു വസ്തുതയെ സംബന്ധിച്ചുള്ള ഒരാളുടെ മനസ്സിലുള്ള ആശയത്തിനെ സംബന്ധിച്ചാണ് അറിവ് എന്ന് പറയുക. അതേസമയത്ത് ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ ആവശ്യപ്പെടലാണ്. ആവശ്യപ്പെടൽ എങ്ങനെയാണ് അറിവാവുക? അപ്പോ വേണമെന്നാവശ്യപ്പെട്ടത് വൈബല്ലേ എന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചോദ്യം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയാണ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ പിന്നെ ഒറ്റ പോക്കാണ്. അദ്ദേഹം ഇതിൽ പൊന്തിയിട്ടുണ്ടോന്നറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ മനസ്സിൽ കുടികൊണ്ട, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ ഇൻഷാ അല്ലാഹ് സമയം ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. ഈ സംസാരം കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ, അതുപോലെ തന്നെ ഈ സംസാരം ശ്രമിച്ച എല്ലാ സഹോദരന്മാർക്കും ഇങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ വിഷയത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും ഒരു അറിവ് സ്വായത്തമാക്കാനും ആ ഒരു അസിലിൽ നിന്ന് ഒരു അടിത്തറ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏത് വിദഅത്തിന്റെ കക്ഷികളാണെങ്കിലും, അത് വഹാബിയാവട്ടെ, മൗദൂദിയാവട്ടെ, തബ്ലീഗാവട്ടെ, കള്ളത്തരീഖത്തുകാരാവട്ടെ, എന്ത് വേഷം കെട്ടി വരുന്ന ആളുകളാണെങ്കിലും അവരുടെ മുമ്പിൽ പതറാതെ ചിതറാതെ അവരുടെ വാദങ്ങളെ പിടിച്ചു കെട്ടാൻ നമുക്കൊരു കഴിവുണ്ടാവും. അതിന് കുറെ ആയത്തും ഹദീസ് അറിഞ്ഞോളന്നില്ല, കുറെ കിതാബുകൾ ഓതിക്കൊള്ളുന്നില്ല, കുറെ ഇബാറത്തുകൾ അർത്ഥം വെക്കാൻ പഠിച്ചോളണം എന്നില്ല. മറിച്ച് നമ്മൾ ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് എന്താണ് അത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായൊരു വിവരം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നേരിടാൻ സാധിക്കും. അതൊരു അനുഭവമാണ്. അത് പല അനുഭവസ്ഥരുടെയും അനുഭവമാണ്. ആ രൂപത്തിൽ നമ്മുടെ അറിവിനെ ശക്തിപ്പെടുത്താനും നമ്മുടെ ആശയത്തിന്റെ അടിത്തറ ദൃഢപ്പെടുത്താനും അർഹമർ റഹ്മാനായ റബ്ബ് തആല അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും ശക്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ. ഉസ്താദ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ചോദ്യം, അപ്പൊ നമ്മൾ ഈ സംസുലൈമാന്റെ ചരിത്രം പറയുമ്പോണ്ടല്ലോ, പട്ടിക്കാട് കോളേജിന് ഒരു ഫാദർ അലിനെ കുറിച്ച് ഇവിടെ പഠിക്കണ്ട അതേമാതിരി കുറെ പറയല്ലോ, അവന്റെ മുഖത്ത് നമ്മൾ കുഫർ കാണുന്ന കുറെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോ അതിനെ കുറിച്ച് ഒരു നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ല. അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ഈക്കനെ കുറിച്ച് പറയുമ്പോൾ കുറെ ഇല്ലാത്ത കള്ളക്കഥയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഒരു സാധാരണ ഒരു പണ്ഡിതനെ കുറിച്ച് അങ്ങനെ അറിയില്ലേ? ആ ഒരു ചോദ്യമാണ്. വ്യക്തത അത് മനസ്സിലായോ? അത് കേൾക്കുന്നു. മൊയ്‌ലിമാരി പറഞ്ഞല്ലോ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽബകം എന്നവർ, അതൊക്കെ ഒരു കൂടെ അതൊക്കെ അവര് ഒരു വിമർശിക്കുന്നതാണ്. അതിനൊക്കെ ഒരു മറുപടി പറയാൻ പറ്റിയത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ജാഫർ മണ്ണിലിന്റെ ചോദ്യം എന്താ, ഇതിന്റെ സിസ്റ്റത്തില് തീരെ സ്പീക്കർ ഒച്ച കേൾക്കുന്നില്ല. എന്താണെന്നറിയില്ല, തീരെ ശബ്ദം കേൾക്കുന്നില്ല. പക്ഷെ നിങ്ങൾ വളരെ
ശ്രദ്ധിച്ചു, നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിൽ എയർഫോൺ ഇട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കൂന്നറങ്ങാൻ കൂക്കണം. അപ്പൊ മിസ്റ്റേക്ക് മിസ് ഇത് ശരിയാക്കാം. അപ്പൊ നിങ്ങൾ സംശുല്ലുമ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്, കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താ വെച്ചാൽ അങ്ങനെ പറയാമെന്നുള്ളതല്ല. ഇനിയിപ്പോ എന്റെ മുഖത്ത് 2 കണ്ണ് ഞാൻ കാണുന്നുണ്ട് എന്ന് പറയാനും അള്ളാഹ്ക്കേ കഴിയുള്ളൂ. ഒരാളെ മുഖത്ത് 2 കണ്ണുണ്ട് എന്നുള്ളത് പറയാനും അള്ളാഹ്ക്കേ കഴിയുള്ളൂ. പിന്നെ ഞമ്മക്ക് കഴിയുന്നതോ അള്ളാഹ് കഴിവ് തന്നാലേ കഴിയുള്ളൂ അല്ലേ? അള്ളാഹു കഴിവ് തന്നെങ്കിൽ മാത്രമേ കുഫർ എന്നല്ല, ഇനി അവന്റെ മുഖത്തുള്ള മൂക്കിന്റെ 2 ഓട്ട കാണണമെന്നുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹു കഴിവ് തരാതെ, അള്ളാഹു അറിയിച്ചു തരാതെ, അള്ളാഹു ആ ഇൽമിനെ നമുക്ക് പടച്ചു തരാതെ നമുക്കത് പറയാൻ കഴിയൂല. അപ്പൊ അവിടെ കുഫർ എന്നുള്ള ഉദാഹരണത്തിൽ മാത്രമല്ല, സർവ്വകാര്യങ്ങളിലും അതുതന്നെയാണ് വിധി. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യത്തിന്റെ ഒക്കെ അറിവിന്റെ യഥാർത്ഥ ഉടമ അള്ളാഹു മാത്രമാണ്. അവിടെ ഒരു അദൃശ്യത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല അള്ളാഹുവിന്റെ പിന്നെ സവിശേഷത എന്ന് പറയുന്നത് കേവലം അദൃശ്യത്തിൽ മാത്രമല്ല, ദൃശ്യത്തിലും അള്ളാഹുവിന്റെ അറിവ് സ്വതന്ത്രമാണ്, സ്വന്തമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് വഹാബികൾക്ക് പയച്ചത്. ഈ ഒരു വീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലാണ് വഹാബി വിഭാഗം പിഴച്ചത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണെങ്കിലോ എല്ലാം അറിയും. അള്ളാഹു വഹുവൽ ഖവിയ്യുൽ അസീസ്, അള്ളാഹുക്ക് എല്ലാം അറിയിച്ചു കൊടുക്കാൻ കഴിയുന്നു നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കാൻ കഴിയും. അത് പല സ്ഥലത്തും. ഉദാഹരണം ഖദർ അലിഹിസ്സലാം മൂസാ നബിയും കൂടി യാത്ര ചെയ്യവേ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ തല പിരിച്ചു കൊല്ലുന്നു. ആര് കൊല്ലുന്നു? ഖദർ അലി ഇസ്ലാം കൊല്ലുന്നു. മൂസാ നബി അത് ചോദ്യം ചെയ്യുന്നു. ആ സമയത്ത് ഖദർ പറഞ്ഞ മറുപടി എന്താണ്? ഈ കുട്ടി പ്രായമായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വഴിപിഴപ്പിക്കും. ഈ കുട്ടി കാഫിറാണ്, അതുകൊണ്ട് ഈ കുട്ടിയിൽ ഞാൻ കുഫർ കാണുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വമാ ഫഅൽതു അൻ അംരി, ഞാനിതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല, അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം ഞാൻ അവനെ വധിക്കുകയുണ്ടായി എന്ന് ഖദർ അലി ഇസ്ലാം പറഞ്ഞില്ലേ. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിന് മാത്രം തന്നെ അല്ല വേറെ ആർക്കും അറിയിച്ചു കൊടുക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അറിയിച്ചു കൊടുക്കും. അതിന് ലദുന്നിയായ ഇൽമ് എന്നാണ് പറയുക. അതിൽപ്പെട്ട അറിവ് അള്ളാഹു അറിയിച്ചു കൊടുക്കും എന്ന് തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലേ, തന്റെ മുന്നിൽ വന്ന സ്ത്രീയോട്, ആ സ്ത്രീയുടെ ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിലുള്ള കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ അത് ഇന്ന ജിൻസിൽപ്പെട്ട കുട്ടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സംഭവം ചരിത്രത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അറിയുമെന്ന് തന്നെയാണ് ഖുർആൻ തന്നെ എന്താ പറഞ്ഞത്? ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ ബിർറസൂൽ. ല്ലേ, അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കൂല അവൻ ഇഷ്ടപ്പെട്ട ആളുകൾ, അവന്റെ ദൂതന്മാരായ ഇഷ്ടപ്പെട്ട ആളുകൾക്കൊഴികെ എന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ ഒക്കെ ഖിദർ എന്നാണ് പറയുക. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ആ ഒക്കെ എന്ന് പറഞ്ഞ സാരിബ് കുല്ലി ഏതാണ് മനസ്സിലായില്ല. അല്ല, മൂജബ കുല്ലി. ഞങ്ങളൊക്കെ ഖിദർ എന്നാണ് പറയുക എന്നുള്ള മൂജബ കുല്ലി ഉണ്ടല്ലോ, അത് ഏതാണ് മനസ്സിലായില്ല. ജാഫർ വില്ലൻ എന്ന് പറഞ്ഞ വില്ലൻ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ എന്നാണോ ഉദ്ദേശിച്ചത്? അതോ കരുവാരക്കുണ്ട് നാട്ടുകാർ എന്നാണോ ഉദ്ദേശിച്ചത്? അതോ ജിദ്ദയിലുള്ള പ്രവാസികൾ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെയാണുള്ളത്. പിന്നെ ചോദ്യം ഖദർ ഞാൻ ഒഴിച്ചതല്ല. ഖദർ എന്നുള്ള ഹർക്കത്ത് കിതാബിലൊക്കെ ഉണ്ട്. ഖദർ അലിഹിസ്സലാം ഖായിന് ഫതഹും ബാദിന് കസറുമായിട്ട് നമ്മളെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഉസ്താദ് ഒഴിച്ചതല്ല, ഇമാമികൾ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഖിദർ എന്നുകൊണ്ട് ഖദർ 2 ലോത്തുണ്ട്. അവിടെ 2 ലോത്തുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖദർ, മറ്റേത് ഖിദർ. പക്ഷെ നമുക്കൊക്കെ പറയാൻ ഒരു സുഖം ഖദർ എന്നാണ്. പിന്നെ സാധാരണ പറയാത്തത് പറയുമ്പോൾ ഒരു സ്റ്റൈലും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ഖദർ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ജാഫർ മണ്ണീരിന്റെ ചോദ്യം ശരിക്കും ഈ സിസ്റ്റത്തിന്റെ തകരാറാണ്.
ഇത് ശരിക്കും കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ ചോദ്യക്കാരെയോ അല്ലെങ്കിൽ ഇതിങ്ങനെ തർക്ക സ്വഭാവത്തിൽ ചോദിക്കാൻ പറ്റുന്ന ആളുകളൊന്നും ഇപ്പോൾ അവിടെ കാണാത്തത് കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ ജാഫർ സാഹിബ് എന്താ പറയുന്നതും കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം അല്ലേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്കിപ്പോൾ നല്ല ക്ലിയർ ആണ്. ഹലോ, കേൾക്കുന്നുണ്ട് അല്ലേ? ഉസ്താദേ, ഞാൻ ഈ മിൽക്ക എന്നുള്ളതും കഴിവ് കൊടുക്കുക എന്നുള്ളതും അത് തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോ അള്ളാഹു അതിന് കക്കുക, ഞാൻ അതിന് മിൽക്കാക്കുന്നില്ല, ഞാനതില്ല അംലിക്കു നഫ്സി എന്ന് പറഞ്ഞ ആ രണ്ട് പദങ്ങളും തമ്മിൽ ഈ വാക്കുകൾ അവിടെ രണ്ട് വലിയ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. അത് വ്യത്യാസപ്പെടുത്തിയിട്ടും അല്ലാതെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ വിഷയമല്ലാതെ പറയാത്തത്. ലാ അംലിക്കു എന്ന് പറഞ്ഞാൽ ലാ അസ്തബിദ്ദു, എനിക്കത് സ്വതന്ത്രമായ അധീനത ഇല്ല. അധീനത എന്ന് പറയുമ്പോഴേ മിൽക്ക് അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമുക്കൊക്കെ മിൽക്കുണ്ടോ? എങ്ങനെയാണ് ഇപ്പൊ അതിന്റെ സ്വഭാവം? അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മൾ മാലിക്യങ്ങളാണോ? അല്ലല്ലോ. അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് മിൽക്കുണ്ട് എന്ന് പറയാൻ പറ്റൂല. നമ്മൾ തമ്മിൽ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ജാഫറിനില്ലാത്ത സാധനങ്ങൾ എനിക്ക് ഉടമസ്ഥത ഉണ്ട്, എനിക്ക് ഉടമസ്ഥതയില്ലാത്ത സാധനങ്ങൾ ജാഫറിനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അള്ളാഹുവിന് ചേർത്ത് നോക്കുമ്പോ അള്ളാഹുവും മാലിക്കാണ് നമ്മളും മാലിക്കാണ് എന്ന് തഫ്സീര് പറയാൻ പറ്റുമോ? അപ്പൊ ആ അർത്ഥത്തിൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്, എനിക്ക് ഒരു അധീനതയും ഇല്ല. ഇവിടെ ഇല്ലാ മാ ഷാ അല്ലാഹ് എന്നുള്ള ഇസ്തിസ്ന മുൻകത്തിയാണ്. അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് അധീനതയുണ്ട് എന്നല്ല, പിന്നെന്താണ്? അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള അർത്ഥം. അല്ല, ഇനി അംലിക്കൂന് സാധാരണ പറയുന്ന ഒരാൾക്ക് മിൽക്ക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരാൾക്ക് അള്ളാഹു കുറച്ച് സ്വത്ത് കൊടുത്തു, നായക്ക് മിൽക്കുണ്ടെന്ന് നമ്മൾ സാധാരണ പറയാം. അള്ളാഹുലേക്ക് ചേർത്തി നോക്കാതെ സൃഷ്ടികളിലേക്ക് ചേർത്ത് നോക്കും കൊണ്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഉടമസ്ഥതയുണ്ട്, അധീനതയുണ്ട് എന്നർത്ഥം വെക്കാം. ആ അർത്ഥത്തിലാണെങ്കിൽ അപ്പൊ ഇല്ലാ മാഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളുടെ അധീനതയുണ്ട് എന്ന് തന്നെ അർത്ഥം വെക്കാം. അപ്പൊ അത് രണ്ട് രൂപത്തിലും തഫ്സീറുകളിൽ കൈകാര്യം ചെയ്ത് കാണുന്നത് കൊണ്ട് ഒരർത്ഥത്തിൽ മാത്രം പിടിച്ചു തൂങ്ങിക്കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റേ അർത്ഥവുമായിട്ട് കടന്നു വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് അത് രണ്ട് രൂപത്തിൽ രണ്ട് വിധേന ഉള്ള വ്യാഖ്യാനങ്ങളുടെ ശൈലിയാണ്. അപ്പൊ അത് വ്യാഖ്യാനങ്ങളുടെ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ട് വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് കൊണ്ട് വലിയൊരു പ്രയോജനമില്ലാത്തത് കൊണ്ടാണ് ആ രൂപത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇനി ഞാൻ തൽക്കാലം ഒന്ന് നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഇവിടുന്ന് പോകും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ദുആർക്കാൻ വേണ്ടി ഗൾഫിലുള്ളതും നാട്ടിലുള്ളതുമായ സഹോദരന്മാര് പറഞ്ഞത് അല്ലാഹു തആല അതൊക്കെ അവർക്ക് എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ പല ഉദ്ദേശങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. അല്ലാഹു തആലയുടെ ഏർപ്പാടിലും കച്ചവടത്തിലും ബിസിനസ്സിലും മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹു തആല ഖൈറിനെയും ബർക്കത്തിനെയും കൂടുതൽ പുരോഗതിയെയും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ഹലാലായ ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരൊക്കെ പോറ്റി വളർത്താനും അങ്ങനെ അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ഹറാമായ ഭക്ഷണം കൂടി അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ സമ്പത്തിലും കടന്നു വരുന്നതിന്റെ ദുരന്തത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹഫളത്തികളായ മലായികത്തിന്റെയും ആരിഫീങ്ങളായ ഔലിയായിന്റെയും മദദിലൂടെ അല്ലാഹു തആല നമ്മുടെ ഖൽബുകളെ പ്രകാശിപ്പിക്കുമാറാവട്ടെ. ശരീരങ്ങൾക്ക് അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന്
കഷ്ടപ്പാടിൽ നിന്ന്, ദാരിദ്ര്യത്തിന്റെ കാഠിന്യത്തിൽ നിന്നൊക്കെ അള്ളാഹു താല നമ്മളെ കരകയറ്റിക്കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, ദീനിന്റെ നായകന്മാരായ സാദാത്യങ്ങൾക്ക്, മഹാന്മാരായ ഉലമാക്കൾക്കൊക്കെ അള്ളാഹു താല ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മഹല്ലുകൾക്ക് വേണ്ടി, മറ്റു ദീനി സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ ധാരാളം സമ്പത്ത് കൊണ്ടും അധ്വാനം കൊണ്ടും ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ ബർക്കത്തും പുണ്യവും അതിന്റെ സവാബും അല്ലാഹു തആല ഏറ്റി പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാത്തിനെക്കാട്ടിലും ഉപരിയായിട്ട് റബ്ബേ, മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അഖീദ കൃത്യമായ ഖൽബിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി മരിച്ചു പോകുന്ന സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും, ഞങ്ങളുടെ ക്ലാസ് റൂമിൽ സംബന്ധിച്ചവരെയും, അവരുടെ അഹിലുകാരെയും, വീട്ടുകാരെയും, അവരുടെ നാട്ടുകാരെയും, സുഹൃത്തുക്കളെയും, മറ്റു ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹുവേ നീ പെടുത്തണം, അതിനെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഖബർ ജീവിതം ഞങ്ങൾക്ക് സന്തോഷകരമാക്കി തീർക്കണം തമ്പുരാനെ. പരലോകത്തിലുള്ള എല്ലാ ഭയാനതകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. നിന്റെ അർശിന്റെ തണല് കൊണ്ടും അതുപോലെ റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസറിന്റെ ദാഹജലം കൊണ്ടും ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്യണം റഹ്മാനെ. നരകത്തിന്റെ ആ കവാടത്തിന്റെ അടുത്തുപോലും എത്താത്ത വിധം ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. സ്വർഗീയ ലോകത്തുന്നതമായ പദവിയിലേക്ക് എത്താനും നിന്റെ ലിഖാഇലൂടെ കാലാകാലം ജീവിക്കാനും നിന്റെ ഹബീബിന്റെ മുറാഫഖത്തിലേക്ക് എത്തിപ്പെടാനും അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ അഹ്ലുകാർക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഞങ്ങളെ ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.